സ്റ്റേറ്റ് സെക്രട്ടറി യദുകൃഷ്ണൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഉവൈസ് ഹുദവി MG പ്രൊഫസറുകളും എന്നിവരെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി ബഹുമാനപ്പെട്ട SKSFന്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഓണംപള്ളി മുഹമ്മദ് വൈസ് ഉസ്താദിനെ ക്ഷണിക്കുന്നു. അഭിനന്ദനായ അധ്യക്ഷൻ, ബഹുമാന്യരായ വേദിയിലെ പ്രതിനിധികളായി, ഇതര വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളായി എത്തിയ പ്രൊഫസർ അനൂപ് വിയാർ, പ്രിൻഡോ മാസ്റ്റർ, M. വിജിൻ, അതുപോലെ ബഹുമാന്യനായ ഡോക്ടർ സുബൈർ ഹുദവി, ബഹുമാന്യനായ ബഷീർ ഫൈസി ദേശമംഗലം തുടങ്ങിയ വിശിഷ്ടരും ഉന്നതരുമായ വ്യക്തിത്വങ്ങൾ, സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ ക്യാമ്പസിൽ നിന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു സിമ്പോസിയമാണ് ഇന്ന് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. ക്യാമ്പസ് ചിന്തകൾക്ക് കൈവിലങ്ങോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ പുതിയ സാമൂഹിക സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ക്യാമ്പസ് വിങ്ങിന്റെ ഈ പരിപാടി നമ്മൾ ഒരുമിച്ച് കൂട്ടിയത്. നമ്മുടെ രാജ്യം വലിയൊരു ധൈഷണികമായ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്. ചിന്തയെയും അഭിപ്രായത്തെയുമൊക്കെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഒരു ഘട്ടമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്. എല്ലാം നമ്മുടേതായ ചില ചിന്തകൾക്കും വിചാരത്തിനും വിധേയമായി മാത്രമേ മുന്നോട്ടു പോകാവൂ എന്ന ഒരുതരം ഫാഷിസ്റ്റ് മനോഭാവം രാജ്യത്തിന്റെ ഭരണ സംസ്കാരത്തിലേക്ക് ഉള്ളതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ക്യാമ്പസുകളെയും കൂടി അത് ഭരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ദുരന്തമായി നമ്മൾ കാണേണ്ടത്. ഈ രാജ്യത്തിന്റെ പരസഹസ്രാബ്ദങ്ങളുടെ ചരിത്രത്തെ മുഴുവനും തമസ്കരിക്കുകയും അതിനുമേൽ തങ്ങളുടെ ഇംഗിതങ്ങൾ മാത്രം നടപ്പിലാക്കിയേ മതിയാകൂ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഫാസിസം അതീവമായ രൗദ്രഭാവത്തോടുകൂടെ നമ്മുടെ പുതിയ ഭാവിയെ പോലും തടങ്കലിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് നമ്മളിപ്പോ കേട്ടുകൊണ്ടേയിരിക്കുന്ന ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇന്ത്യയുടെ സാംസ്കാരികവും മതനിരപേക്ഷവുമായ ഒരു മുഖമെന്ന് വിശേഷിപ്പിക്കാൻ സാധ്യമാകുന്ന ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നുമെല്ലാം നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ദുരന്ത വിലാപങ്ങൾ എന്ന് പറയേണ്ടി വരുന്നു. രാജ്യത്തിന്റെ സംസ്കാരത്തിന് നേരെ നടത്തുന്ന ഒരു വലിയ വെല്ലുവിളി പോലും, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും അത് നേരേക്ക് മതി എന്ന പ്രശ്നം. ശരിയാ, ശബ്ദം കുറച്ചു മതി, ഇത്രയും ചെറിയ ആളല്ല. ഭക്ഷണത്തിന്റെ സംസ്കാരത്തിൽ പോലും നിങ്ങൾ ഇന്നതേ കഴിക്കാവൂ എന്ന് പറയുന്ന തരത്തിലേക്കാണ് ജനാധിപത്യത്തെ മുച്ചൂടും കൈവിലങ്ങിടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുതരം ഫാസിസം കടന്നുവരുന്നത്. ഈ വിഫലമായ
സാമൂഹിക അവയും അവർ മനസ്സ് തുറക്കുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് ഉള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ ഈ പുതിയ അവസ്ഥ ഈ രാജ്യത്തിന്റെ സംസ്കാരത്തോട് യാതൊരർത്ഥത്തിലും കൂറുപുലർത്താത്തതാണ്. നമ്മൾ പഠിച്ച ഇന്ത്യ ബഹുസ്വരതയുടേതാണ്. ഒട്ടേറെ ആശയങ്ങളുടെയും ദർശനങ്ങളുടെയും ഒരു പിറവിയുടെ മണ്ണാണ് ഇന്ത്യ മഹാരാജ്യം. ഇവിടെ വൈവിധ്യങ്ങൾ എന്നത് തന്നെയാണ് ഇന്ത്യയുടെ സൗന്ദര്യം. നമ്മുടെ രാജ്യത്തിന്റെ ഈ വൈവിധ്യം അത് അതിന്റെ ഇന്റലക്ച്വാലിറ്റി, അതിന്റെ ദൈക്ഷണികമായ കഴിവിനെ വളർത്തി. അതുകൊണ്ടാണ് ഇന്ത്യയെ കാണാഞ്ഞിട്ട് പോലും മാക്സ് മുള്ളറെ പോലെയുള്ള പ്രഗത്ഭരായ ഇൻഡോളജിസ്റ്റുകൾ ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിന്റെ ദാർശനികമായ വൈപുല്യവും അതിന്റെ ദൈക്ഷണികമായ വലിപ്പവും വിശദീകരിച്ചത്. അതിന് കാരണമായി തീർന്ന അർത്ഥത്തിൽ സംവാദാത്മകതയെ പ്രോത്സാഹിപ്പിച്ചതാണ് ഇന്ത്യ. ക്യാമ്പസിലെ മാത്രമല്ല, ഇന്ത്യയുടെ പൊതുചരിത്രത്തെ എടുക്കുമ്പോഴും നമുക്കത് കാണാനാവും. ഇവിടെ വിരുദ്ധ ആശയങ്ങൾ, ആ വിരുദ്ധ ആശയങ്ങൾ പറയാനും പ്രചരിപ്പിക്കാനുമുള്ള ഇന്ത്യയുടെ ഇന്നലെ ചരിത്രത്തെ, ഭരണഘടനാ സിദ്ധമായി നിൽക്കുന്ന ഒരു അവകാശത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഇന്ത്യയുടെ പാരമ്പര്യം തന്നെ അതാണ്. നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തിൽ വ്യത്യസ്തമായ ചിന്തകളുടെയും ദർശനങ്ങളുടെയും ഒരു കലാപം നടന്നിരുന്നു. ഇന്ന് ഫാസിസം പറയുന്നത് ഞങ്ങൾ പറഞ്ഞു തരുന്ന, ഞങ്ങൾ കാണിച്ചു തരുന്ന ഒരു ദേശീയതയുടെ കൂടെ മാത്രമേ ചലിക്കാവൂ എന്നാണ്. എങ്ങനെ മുദ്രാവാക്യം വിളിക്കണമെന്ന് ഫാസിസം പറയും, എങ്ങനെ ഭക്ഷണം കഴിക്കണമെന്ന് ഫാസിസം പറയും, എങ്ങനെ ചിന്തിക്കണമെന്ന് ഫാസിസം പറയും. എന്താണ് ദേശസ്നേഹമെന്ന് ഡിഫൈൻ ചെയ്യുന്നിടത്തും ഫാസിസത്തിന് ഇടപെടാം. ഇങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ മുഴുവനും കൊണ്ടുപോയി കൂച്ചുവിലങ്ങിട്ട് എല്ലാം ഒരു ഫ്ലഡ് ലൈറ്റിന്റെ മുമ്പിൽ തടങ്ങളിൽ പാർക്കുന്ന ഒരു തടവുപുള്ളിയെ പോലെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു പൗരന്റെ ദയനീയമായ ദുസ്ഥിതിയുടെ പേരായി ഇന്ത്യയുടെ പുതിയ മുഖം നമ്മൾ കാണേണ്ടി വരും. അവിടെയാണ് നമ്മൾ ഈ രാജ്യത്തെ ഇന്നലകൾ പരിശോധിക്കുന്നത്. ഞാൻ പറയുന്നത്, ഇന്ത്യ ദാർശനികമായ ഒരുപാട് വൈരുദ്ധ്യങ്ങളെ നിലനിർത്തിയ നാടാണ്. ഒരേ ഒരു സ്രോതസ്സിൽ നിന്ന് മാത്രം പഠിച്ചിട്ടില്ല ഇന്ത്യ. ചിലരൊക്കെ അങ്ങനെ പറയുന്നു, ഉപനിഷത്തുകളിൽ മാത്രം നിലനിന്ന ഒരു നാട് എന്ന നിലയിൽ മാത്രം കാണുന്നു. ഈ ഉപനിഷത്തുകൾ പോലും നിലനിൽക്കുമ്പോഴും വ്യത്യസ്തമായ ആശയതലങ്ങൾ നിലനിർത്തി ഇന്ത്യ മഹാരാജ്യം. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ മോക്ഷം സിദ്ധമാകണമെങ്കിൽ ജ്ഞാനം ലഭ്യമായേ പറ്റൂ എന്ന് പറഞ്ഞാണ് അദ്വൈതത്തെക്കുറിച്ച് പറയുന്നത്. ആ സമയത്ത് മാധ്വൻ ആ മോക്ഷം ലഭ്യമാകാൻ ദ്വൈതം പഠിക്കണം എന്നും ദ്വൈതം ആവിഷ്കരിക്കണമെന്നും ദ്വൈതം സാക്ഷാത്കരിക്കണമെന്നും പറയുന്നു. ആ സമയത്ത് തന്നെയാണ് രാമാനുജൻ വിശിഷ്ടാദ്വൈതത്തെക്കുറിച്ച് പറയുന്നത്. ഈ ദാർശനിക കലാപങ്ങളുടെ ഒരു ചരിത്രത്തെ നിങ്ങൾ വിശദീകരിച്ച് പഠിച്ചാൽ തന്നെ ഈ വൈവിധ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനാവുന്നതാണ്. ഇന്ത്യയുടെ ഭൂപ്രകൃതിയിൽ പോലും ആ വൈവിധ്യം നിലനിൽക്കുന്നു. ഇന്ത്യയുടെ സംസ്കാരത്തിലും ആ വൈവിധ്യം നിലനിൽക്കുന്നു. അത് നമുക്ക് കൃത്യമായി കാണാനാവുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, ഭരണഘടനാ സിദ്ധമായ ഇന്ത്യയിലെ മൗലികാവകാശങ്ങളെക്കുറിച്ച് പിന്നെ പറയാം. പക്ഷേ ഈ രാജ്യത്തിന്റെ ഇന്നലകളെക്കുറിച്ച് പോലും ആലോചിക്കാൻ ഈ വൈവിധ്യം നിലനിന്നിരുന്നു എന്നതാണ് നമ്മുടെ ചരിത്രം. നമ്മുടെ ചരിത്രത്തിലെ ഇന്നലകളിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കുന്നു എന്നതാണ്. മേഘസന്ദേശം കാളിദാസൻ എഴുതുമ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ വായിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാനാവുന്നത് അതിന്റെ യാത്രകളിൽ പോലുമുള്ള ഋതുഭേദങ്ങളുടെ വൈവിധ്യങ്ങളെക്കുറിച്ച് പറയുന്നു എന്നതാണ്. അതായത് ഒരു യക്ഷൻ മേഘത്തോട് പറയാണ്, നീ പോകുന്ന ഓരോ വഴികൾ അവിടെയെല്ലാം വ്യത്യസ്തമായ ഭൂപ്രകൃതികൾ, വ്യത്യസ്തമായ സംസ്കാരങ്ങൾ, വ്യത്യസ്തമായ ചിന്തകൾ. ആ ചിന്തകൾ, ആ സംസ്കാരങ്ങൾ, ആ ഭൂപ്രകൃതികളെല്ലാം കടന്നു അവസാനം എന്റെ പ്രാണപ്രേയസിയുടെ മുമ്പിലെത്തണം എന്ന് ഈ കാമുകൻ കത്തുപോലെ എഴുതി കൊടുക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന ഒന്നാണ് മേഘസന്ദേശം. ഞാൻ പറയുന്നത്, അന്നും ഈ വ്യത്യസ്തതകൾ ഉണ്ടായിരുന്നു ഇന്ത്യക്ക്. ദർശനങ്ങളുടെ വ്യത്യസ്തതകൾ മാത്രമല്ല, സംസ്കാരങ്ങളുടെയും ജാതികളുടെയും വ്യത്യസ്തതകൾ ഇന്ത്യ മഹാരാജ്യത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദശരഥ മഹാരാജാവിന്റെ സദസ്സിൽ ജാബാലി എന്ന നാസ്തികനിരിക്കാൻ ഇടം കിട്ടുമ്പോൾ തന്നെ ആസ്തികനായ, ശരിക്കു പറഞ്ഞാൽ ഉപനിഷത്ത് പ്രമാണങ്ങളെ മുഴുവനും ഇഷ്ടപ്പെട്ട് അത് ആധികാരികമാണെന്ന് വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന വസിഷ്ഠ മുനിക്ക് കൂടി അവിടെ ഇരിക്കാൻ ഒരു ഇരിപ്പിടം ഒരുക്കിയിരുന്നു ഇന്ത്യ എന്നുകൂടി നാം മനസ്സിലാക്കുന്നു. ഇത് ഈ രാജ്യത്തിന്റെ വൈവിധ്യമാണ്. ഈ രാജ്യത്തിന്റെ വൈവിധ്യം എന്നത് ഇന്നലകളുടെ ചരിത്രമാണെന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് വിശദീകരിച്ചത്. പണ്ഡിറ്റ് ജവഹർലാൽ ഇങ്ങനെ മനോഹരമായി തന്നെ പറയുന്നത് കാണാം,
the whole history of India was witnesses of toleration and even encouragement of minorities and of different racial groups. ഇന്ത്യയുടെ പൊതുചരിത്രം അതാണ്. ഈ വൈവിധ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഈ വൈവിധ്യങ്ങളെന്നത് ചരിത്രത്തിന്റെ സാക്ഷിയായി നിലനിർത്തുകയും ചെയ്തു എന്നതാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രം. അത് പണ്ഡിറ്റ് ജവഹർലാൽ അവസാനം ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്, ദീസ് വേർ ഇൻഹറന്റ് ഇൻ ഇന്ത്യൻ ലൈഫ്. ഇത് ഇന്ത്യയുടെ പാരമ്പര്യമാണ്. ഇത് ഇന്ത്യൻ ആന്തരാത്മാവിൽ മുദ്രിതമായി നിൽക്കുന്ന പാരമ്പര്യമാണെന്ന് തിരിച്ചറിയാൻ എന്തുകൊണ്ടാണ് ഈ ദേശീയതയുടെ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ഫാസിസ മനോഭാവക്കാർക്ക് മനസ്സിലാകാതെ പോകുന്നു എന്നതാണ് നമ്മുടെ പ്രശ്നം. അവർ പറയുന്നത് നമുക്ക് ഇന്നേ അർത്ഥത്തിലൂടെ മാത്രമേ പോകാവൂ എന്നാണ്. ഭക്ഷണത്തിൽ പോലും അത്തരമൊരു നിർബന്ധമായ ശാഠ്യമുണ്ടാകുന്നു. ഇന്ത്യയുടെ സംസ്കാരത്തെയും ഇന്ത്യയുടെ ദേശീയതയും ലോകോത്തരമറിയിച്ചൊരു മഹാനായ മനുഷ്യനാണല്ലോ വിവേകാനന്ദ സ്വാമിജി. അദ്ദേഹമാണ് ഇന്ത്യയുടെ ദർശന വൈപുല്യത്തെ അമേരിക്കയിൽ പോയി അതിമനോഹരമായി പ്രസംഗിച്ചത്. അദ്ദേഹത്തിന്റെ ദ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് വിവേകാനന്ദ നോക്കിയാൽ നമുക്കറിയാം, മനോഹരമായി വിവേകാനന്ദ സ്വാമിജി ഇങ്ങനെ പറയുന്നത് കാണാം, യു വിൽ ബി അസ്റ്റോണിഷ്ഡ്. നിങ്ങൾക്ക് if I tell you that, ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ, അക്കോർഡിംഗ് ടു ദി ഓൾഡ് സെർമോണിയൽസ്, he is not a good Hindu who does not eat beef. ബീഫ് കഴിക്കാത്തവൻ നല്ല ഹിന്ദു അല്ല എന്നാണ് സ്വാമിജി. ബീഫ് കഴിക്കാത്തവൻ എന്നതിനേക്കാളേറെ പശുമാംസം യാഗങ്ങളിലെ ബലിയർപ്പണത്തിന് ആവശ്യമായൊരു അവശ്യ ഘടകമായിട്ടാണ് യാഗസംസ്കാരം നമ്മളെ പഠിപ്പിച്ചു വന്നത്. ഇന്ദ്രന് ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന മാംസമായിരുന്നു കാളമാംസം എന്ന് ഋഗ്വേദം ഉൾപ്പെടെ വിശദീകരിക്കപ്പെടുന്നു. ഇതെല്ലാം ഇന്നലകളുടെ ചരിത്രമായി നിലനിൽക്കെ തന്നെ നിങ്ങൾ ഇന്ന വഴിയിലൂടെ മാത്രം സഞ്ചരിക്കാവൂ എന്ന് നമ്മുടെ ചിന്തയെയും നമ്മുടെ ജനാധിപത്യ സ്വാതന്ത്ര്യത്തെയും നമ്മുടെ ആവിഷ്കാര മര്യാദകളെയും മുഴുവനും ശക്തമായി പിടിച്ചു നിർത്തുന്ന ഒരു പൂച്ചുവിലങ്ങായി ഫാസിസം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു എന്നതാണ് നമ്മളെ പേടിപ്പിക്കുന്നത്. അശ്ലീലമായ പദപ്രയോഗങ്ങൾ കൊണ്ടല്ലല്ലോ, ശ്ലീലമായ വാക്കുകൾ കൊണ്ട് പോലും നമുക്ക് നമ്മുടെ ആവിഷ്കാരങ്ങൾ നടത്തിക്കൂടെ? അശ്ലീലമായി നിൽക്കുമ്പോൾ ചിലപ്പോഴുണ്ടായിത്തീരുന്ന ഒന്നിനെ ഒരു പക്ഷേ എന്നെ തിരിച്ചുപമിച്ചേക്കാം എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സൂചിപ്പിച്ചത്. അശ്ലീലമായി നിൽക്കുന്ന ചില പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ വിശ്വാസികൾക്കുണ്ടാവുന്നൊരു സ്വാഭാവികമായ പ്രതികരണങ്ങളുണ്ട്. ഈ അടുത്ത് മാതൃഭൂമി അങ്ങനെ ഒരു അശ്ലീലം സ്വന്തം അല്ലെങ്കിൽ പോലും ആ മാലിന്യം അവരുടെ പത്രത്തിലേക്ക് ഇട്ടു. ശരിക്കു പറഞ്ഞാൽ അത് ആ പത്രം തന്നെ ആ അർത്ഥത്തിൽ അങ്ങനെ മറ്റൊരു തലത്തിലേക്ക് പോകുന്നു എന്നതാണ്. അതായത് അമേദ്യം പൊതിയാൻ ഉപയോഗിക്കുന്നത് പോലെ ആയിപ്പോയി ആ പത്രം അവസാനം അങ്ങനെ അത് ചെയ്യുമ്പോൾ. കരയേണ്ടതാ മേടക്ക് പകരം മാളമാസ. അവസാനമാക്കിയ സുപ്രീം കോടതിയുടെ മുമ്പിലെത്തി. സുപ്രീം കോടതി എങ്ങനെയാണ് അതിനെ വിശകലനം ചെയ്തത്? സുപ്രീം കോടതി ആർട്ടിക്കിൾ 25 പ്രകാരമുള്ള ഈ കുട്ടികളുടെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞു. അവരുടെ മതപരമായ ആചാരപരമായ അനുഷ്ഠാനപരമായ സ്വാതന്ത്ര്യം, എല്ലാവർക്കുമുള്ള ഇന്ത്യയിലെ ഓരോ പൗരനുമുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വിശദീകരിച്ച് ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇന്ത്യ പരമോന്നത നീതിപീഠം വ്യാഖ്യാനിച്ചത് ഫ്രീഡം ഓഫ് സൈലൻസ്, നിശബ്ദമാകാനും കിട്ടുന്ന സ്വാതന്ത്ര്യം എന്നായിരുന്നു. എന്നിട്ട് ആ ജഡ്ജ്മെന്റ് അവസാനിക്കുന്നിടത്ത് ഞാൻ നെഞ്ചുതൊട്ട് പറയുന്നു, ഇനിയും ഈ രാജ്യത്തിന്റെ മനോഹരമായ പൈതൃകങ്ങളെ തിരിച്ചുപിടിക്കാൻ ഇവിടെ ഇനിയും ഊർജ്ജമുണ്ട് എന്നതിന്റെ തെളിവാണ് അന്ന് നൽകപ്പെട്ട ജഡ്ജ്മെന്റ്. അതിൽ അവസാനം പറയുന്നു, വി വിഷ് ടു ആഡ്, ഞങ്ങൾ ചേർക്കാൻ ആലോചിക്കുന്നത്, അവർ ട്രഡിഷൻ ടീച്ചേഴ്സ് ഹാർമണി, അവർ ഹിസ്റ്ററി ടീച്ചേഴ്സ് ഹാർമണി, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രാക്ടീസസ് ഹാർമണി എന്ന് പറഞ്ഞിട്ടാണ്.
നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ചരിത്രം, നമ്മുടെ ഭരണഘടന, ഇതെല്ലാം പറഞ്ഞു തരുന്നത് മതസഹിഷ്ണുതയാണ്, സഹിഷ്ണുതയാണ്. പരസ്പരം അംഗീകരിക്കാനും ആദരിക്കാനും കഴിയുന്ന സഹിഷ്ണുത തന്നെയാണ് നമുക്ക് ആവശ്യം. സമന്വയിക്കലല്ല, ആദരിക്കലാണ് പ്രധാനം. നമുക്ക് സമന്വയിക്കാനാവില്ല, കാരണം ഇന്ത്യക്ക് അങ്ങനെ ഒരു ചരിത്രവും ഇല്ല. ചില ആളുകൾ പറയുന്നത് പോലെ സ്വാംശീകരിക്കലല്ല, മറിച്ച് എന്തേ ഉണ്ടായത്, ഇന്ത്യ വൈവിധ്യങ്ങളെ നിലനിർത്തി എന്നതാണ്. ഇവിടെ അദ്വൈതം പറഞ്ഞു, ഇവിടെ ദ്വൈതം പറഞ്ഞു, ഇവിടെ വിശിഷ്ടാദ്വൈതം പറഞ്ഞു, ഇവിടെ കണാദൻ കപിലൻ സാഖ്യശാസ്ത്രം പറഞ്ഞു, ഇവിടെ ന്യായം പറഞ്ഞു, ഇവിടെ നാസ്തികന്മാർ നിന്ന് ഈ സകല ഔപനിഷദമായ സംസ്കാരങ്ങളെയും തള്ളിപ്പറഞ്ഞു. പക്ഷേ എന്നിട്ട് പോലും ഇന്ത്യ ഇവരെയെല്ലാം നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ഔപനിഷദമായ സംസ്കാരങ്ങൾക്ക് നേരെ നിന്നാണ് ബുദ്ധി പൗരുഷഹീനാനാം ജീവികേതി, അത് ബുദ്ധിയും പൗരുഷവുമില്ലാത്ത ആളുകളുടെ ജീവിത പ്രശ്നമാകുന്നു എന്ന് പറയാൻ ധൈര്യം കാണിച്ചു ഇന്ത്യയുടെ ദാർശനിക മുറ്റത്ത്. മരിച്ചാൽ പിന്നെ ഒരു ജന്മമുണ്ടോ എന്ന് ചോദിച്ചു അവർ. ഭസ്മീഭൂതസ്യ ശരീരസ്യ പുനരുജ്ജീവനം കുത, ഭസ്മീഭൂതമായ ശരീരത്തിനൊരു പുനർജന്മമുണ്ടാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. എന്നിട്ടും ഇന്ത്യയിലെ ദാർശനികന്മാർ തന്നെ അവരുടെ പക്ഷം സമർത്ഥിക്കുന്നതിന്റെ കൂട്ടത്തിൽ മറുപക്ഷത്തെയും പരിചയപ്പെടുത്തി എന്നതാണ് നമ്മുടെ ദാർശനിക ചരിത്രത്തിന്റെ മാന്യതയായി നാം പഠിക്കേണ്ടത്. ആധുനിക ഫാസിസ്റ്റ് മനസ്സിലാക്കേണ്ടത്, ഞാൻ എങ്ങനെ തന്നെ ഇത്ര കടുപ്പത്തോടെ പറയട്ടെ, ആധുനിക ഫാസിസം മനസ്സിലാക്കേണ്ടത് അത് ഇന്ത്യയുടെ ചരിത്രമല്ല. വിവേകത്തോടെ ആലോചിക്കുക, അത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രമല്ല. നമുക്കിടയിൽ അകലങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും വലിയ അബദ്ധം. ആ അകലങ്ങളെ മാറ്റാൻ സംവാദങ്ങളാകാം, തർക്കങ്ങളല്ല, സംവാദങ്ങളാകാം. സംവേദനക്ഷമതയുള്ള സംവാദങ്ങളിലൂടെയാണ് ഇതെല്ലാം മാറ്റിയെടുക്കേണ്ടത്. നമുക്ക് തിരിച്ചറിയാനാകും, ആ തിരിച്ചറിവുകളിലൂടെ ഈ രാജ്യത്തെ കെട്ടുപൊടുക്കാൻ സാധിക്കണം. നമ്മുടെ രാജ്യം അനന്ത സഹസ്രാബ്ദങ്ങളുടെ പരസഹസ്രാബ്ദങ്ങളിലൂടെ കടന്നു വന്ന നമ്മുടെ രാജ്യം 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി സ്വതന്ത്രമാകുന്നു. പിന്നീട് ഇന്ത്യ എന്താകണമെന്ന് ആലോചിക്കുന്നിടത്ത് ഇന്ത്യയുടെ ദേശീയ നേതൃത്വം ആലോചിച്ചത് ഇന്ത്യ ഒരു സെക്യുലർ സ്റ്റേറ്റ് ആകണമെന്നാണ്. ഒരു ഹിന്ദു രാജ്യമാകണമെന്നല്ല, ഒരു ക്രൈസ്തവ രാജ്യമാകണമെന്നല്ല, ഒരു മുസ്ലിം രാജ്യമാകണമെന്നല്ല, ഒരു റിലീജിയസ് റിപ്പബ്ലിക് ആകണമെന്നല്ല, മറിച്ച് ഒരു സെക്യുലർ റിപ്പബ്ലിക് ആകണമെന്നാണ്. എല്ലാ മതവിഭാഗങ്ങളോടും ഒരുപോലെ ആദരം കാണിക്കുന്ന തരത്തിലുള്ള ഒരു സെക്യുലർ റിപ്പബ്ലിക്. മതനിരപേക്ഷമാകണമെന്നുമല്ല. അവിടെയും നമ്മൾ കാണേണ്ടത് ഒരു ഇർറിലീജിയസ് സ്റ്റേറ്റ് എന്ന് പോലുമല്ല രാജ്യം പറഞ്ഞത്, മറിച്ച് മതത്തോട്, എല്ലാ മതത്തോടും നിർമ്മമമായ ആദരവ് നിലനിർത്തുന്ന വിധം എല്ലാ മതങ്ങളെയും ഒരുപോലെ കൊണ്ടു നടക്കാൻ കഴിയുന്ന ബഹുസ്വരതയുടെ ഇന്ത്യ. ആ ഇന്ത്യയെക്കുറിച്ചാണ് ഇന്ത്യയുടെ മഹാരഥന്മാരായ നേതാക്കൾ വിശദീകരിച്ചത്. ആ ഇന്ത്യ അതിന്റെ ശക്തിയോടെ നിലനിൽക്കണമെങ്കിൽ വേണ്ടത് പരസ്പരം തിരിച്ചറിയാനും പരസ്പരം അംഗീകരിക്കാനും പരസ്പരം ആദരിക്കാനും സാധ്യമാകുന്ന ഒരു സഹിഷ്ണുതാ മനോഭാവം വളർത്താൻ സാധിക്കുക എന്നതാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ രാജ്യത്തെ തെറ്റുധാരണകൾ മാറ്റേണ്ടതുണ്ട്. പലപ്പോഴും മുസ്ലിം ഹിന്ദു തെറ്റുധാരണകൾ പലപ്പോഴും വരാറുണ്ട്. 1940 എന്റെ ഓർമ്മ, കൺപൂർ ലഹളയുണ്ടായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കമ്മീഷൻ നിശ്ചയിച്ചു. ആ കമ്മീഷന്റെ പഠന റിപ്പോർട്ട് ബിപിൻ ചന്ദ്ര ഇങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട്: വി കൺസിഡർ therefore an attempt to remove the historical misconception is the first and the most indispensable step in the solution of Hindu-Muslim problem. പലപ്പോഴും പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഈ സംവാദങ്ങൾ ആവശ്യമായി വരുന്നത് അതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ കാണേണ്ട ഒന്ന്, ഈ ജനാധിപത്യപരമായ മൗലികാവകാശം എന്ന നിലയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഈ രാജ്യത്തിന്റെ പൊതു താൽപര്യങ്ങൾക്ക് ഹാനികരമാകാത്ത വിധം തുടർത്തുക എന്നതാണ് രാജ്യത്തിന്റെ നന്മക്ക് ആവശ്യം. ഭരണഘടനാപരമായി നമ്മുടെ ഈ രാജ്യം നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് ഒരിക്കലും ഭംഗം തരാത്ത വിധം ഈ ജനാധിപത്യ സ്വാതന്ത്ര്യത്തെ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നല്ല മനസ്സോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അതിലേറ്റവും കൂടുതൽ തിളക്കുന്ന സ്ഥലം നമ്മുടെ ക്യാമ്പസുകളാണ്. ആ ക്യാമ്പസുകളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പോലും കൂച്ചുവിലങ്ങിടാൻ ശ്രമിച്ചാൽ എന്തു ചെയ്യും? അവിടെ നമ്മൾ രാഷ്ട്രദ്രോഹി എന്നൊക്കെ പലരെയും മുദ്രകുത്തുമ്പോൾ ഞാൻ ആലോചിച്ചു പോകുന്നത്, സ്വന്തം മക്കളെ അന്യനെറിഞ്ഞു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചവനല്ലേ യഥാർത്ഥത്തിൽ ഈ നാട്ടിന്റെ പൗരന്മാരെ രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്താൻ ശ്രമിക്കുന്നത്? അതുകൊണ്ട് നമ്മുടെ രാജ്യം വ്യാഖ്യാനങ്ങൾ എന്തുമാകാം, പക്ഷെ അതിനേക്കാളേറെ മനസ്സാക്ഷിയുടെ വിചാരണയുടെ മുമ്പിൽ നിന്ന് ആലോചിക്കണം. ഈ രാജ്യം ഒരുമിച്ച് മുന്നോട്ട് പോകണോ? അതിനാവശ്യം സംവേദനക്ഷമതയോടെ അഭിപ്രായത്തെ പരസ്പരം മാനിച്ചും അംഗീകരിച്ചും മുന്നോട്ടു പോകുന്ന ഒരു സഹിഷ്ണുതയുടെ സാമൂഹിക തലം സൃഷ്ടിച്ചെടുത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ടു പോകാനാവൂ.
ദൈവം അനുഗ്രഹിക്കട്ടെ, അള്ളാഹുവിന്റെ സൗഭാഗ്യ കടാക്ഷങ്ങൾ ഉണ്ടാകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ വാക്യത്താൽ ഞാനിത് ഉദ്ഘാടനം ചെയ്ത് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കേവർക്കും അഭിവാദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആമുഖ പ്രഭാഷണത്തിനായി ക്യാമ്പസ് വിംഗ് മുൻ സ്റ്റേറ്റ് കൺവീനർ ഷബിൻ മുഹമ്മദ് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി എന്നീ രണ്ട് വ്യത്യസ്ത മുഖങ്ങളുള്ള എന്നാൽ ഏകഭാവമുള്ള ഒരു പ്രക്ഷുബ്ധ സമരത്തിന്റെ മുറ്റത്താണ് ഇന്ന് ഈ രാജ്യമുള്ളത്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും JNUവിൽ നിന്നും കേട്ട അഭിപ്രായങ്ങളുടെ പേരിൽ ഒരു വിദ്യാർത്ഥിയെ തന്റെ സ്വത്വത്തെക്കുറിച്ച് പോലും ചിന്തിപ്പിക്കുന്ന രീതിയിലേക്ക് അവനെ തളർത്തുകയും ഒടുവിൽ അവന്റെ രക്തസാക്ഷിത്വം കൊണ്ട് അവന്റെ നിലപാടിന് ദൃഢതയേകാൻ അവനെ കൊണ്ട് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവുകയും അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇന്ത്യ രാജ്യത്ത് നിന്ന് എക്കാലത്തും കേട്ടതുപോലെ ഇനിയും മുഴങ്ങി കേൾക്കണമെന്ന് വല്ലാത്തൊരു അഭിനിവേശത്തോടെ ജവഹർലാൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ രോഹിത്തിനെ മാതൃകയാക്കിക്കൊണ്ട് ഏത് അഭിപ്രായത്തിന്റെ പേരിലാണോ അവന്റെ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് ആരോപണം, ഏത് ആരോപണം ഉന്നയിച്ചാണോ അവനെ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് എങ്കിൽ ആ ആരോപണത്തെ തന്നെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന നിലപാടിൽ നിന്നുകൊണ്ട് JNUവിനെ സമരകാഹളമാക്കുന്ന സാഹചര്യം JNUവിലും. നമുക്കറിയാം, അടിച്ചമർത്തലുകൾ, ഒരു അഭിപ്രായം തന്റെ സുഹൃത്ത് ആണെങ്കിൽ കൂടി തന്റെ അഭിപ്രായത്തിന് വിരുദ്ധമായ ഒരു അഭിപ്രായം പറയുമ്പോൾ അവനെ തന്റെ അഭിപ്രായത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാൻ നിർബന്ധിക്കുകയാണെങ്കിൽ അത് സ്നേഹം കൊണ്ടാണെങ്കിൽ കൂടി അത് ഫാസിസമാണെന്ന് വിലയിരുത്തുന്ന ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് ഇന്ത്യ രാജ്യത്തെ ക്യാമ്പസുകളിൽ നിന്നുണ്ടാകുന്ന വിപ്ലവാത്മകമായ അഭിപ്രായങ്ങൾ എക്കാലത്തും രാജ്യത്തിന്റെ ദിശയെപ്പോലും നിർണയിച്ച ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങളെ സഹിഷ്ണുതയോടെ കാണാൻ പോലും കഴിയാത്ത ഒരു ഭരണ സംവിധാനം ഈ രാജ്യത്തുണ്ടോ എന്ന വലിയൊരു ആശങ്കയാണ് നമുക്ക് മുമ്പിലുള്ളത്. എന്നാൽ ഈ ഫാസിസത്തെ അതിവൈകാരികത കൊണ്ട് നേരിടുന്നത് യാതൊരു ഫലവും ഉണ്ടാക്കില്ല എന്ന ഒരു യാഥാർത്ഥ്യവും അതിന്റെ മുന്നിൽ നമുക്ക് കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഭരണ സംവിധാനം മാത്രമല്ല, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ രണ്ട് വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുണ്ടായ സംഘട്ടനമാണ് ഒരു ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ രണ്ട് വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുണ്ടായ സംഘർഷമാണ് ഈ രീതിയിലേക്ക് ഒരു വലിയ ചർച്ചയ്ക്ക് വഴിതെളിച്ചത്. വിദ്യാർത്ഥി സംഘടനകൾക്ക് പോലും പരസ്പരം തങ്ങളുടെ അഭിപ്രായത്തിന് വിരുദ്ധമായ ഒരു അഭിപ്രായത്തെ അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ അഭിപ്രായം തന്നെയാണല്ലോ ഭരണകൂടവും ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ നയം തന്നെയാണ് ഇപ്പോൾ ഭരണകൂടവും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സിമ്പോസിയം ചർച്ചയിലേക്ക് പോകുന്നത് ഒരു ഫാസിസ്റ്റ് കൂട്ടമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗത്തെ മാത്രം ഒരു മൂലയിലിട്ട് ഇവർ മാത്രമാണ് ഫാസിസ്റ്റുകളെന്ന് നിർവചിക്കുന്ന രീതിയിലേക്ക് ആണോ ഈ രാജ്യം പോകുന്നത്? അതല്ല, എന്നിലെയും നിങ്ങളുടെയും ഉള്ളിലെ ഫാസിസ്റ്റുകൾ
നമ്മുടെ ഉള്ളിലെ ഫാസിസ്റ്റുകളെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്ന ചോദ്യമാണ് ഈ സിമ്പോസിയം നമുക്ക് മുമ്പിൽ ഉയർത്തുന്ന ഏറ്റവും പ്രഥമപരമായിട്ടുള്ള ചോദ്യം. നമുക്ക് നമ്മുടെ വ്യത്യസ്തമായ ഒരു അഭിപ്രായത്തെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. ആ രീതിയിലേക്കാണ് ഇന്നത്തെ സാഹചര്യം പോകുന്നത്. ആ ഒരു ചർച്ചയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ വിദ്യാർത്ഥി സംഘടനകൾ അവർക്ക് പരസ്പരം സഹിഷ്ണുതപരമായി പ്രവർത്തിക്കാൻ കഴിയുമോ എന്നത് അവർക്ക് മുമ്പിലുള്ള ആദ്യത്തെ ചോദ്യമാണ്. ക്യാമ്പസിനകത്ത് എതിർകക്ഷിയെ തങ്ങളുടെ മൃഗീയ ഭൂരിപക്ഷമുണ്ടെങ്കിൽ എതിർകക്ഷിയെ പോലും അംഗീകരിക്കാൻ കഴിയാത്ത ക്യാമ്പസ് വിദ്യാർത്ഥി സംഘടനകൾ അവർക്ക് എങ്ങനെയാണ് ഒരുമിച്ച് നിന്നുകൊണ്ട് തങ്ങളുടെ അഭിപ്രായം പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഭരണകൂടത്തിനെതിരെ പ്രതികരിക്കാൻ അവർക്ക് കഴിയുമോ? അങ്ങനെ വ്യത്യസ്ത കോണിലുള്ള ചോദ്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ആ ചോദ്യങ്ങൾ ചർച്ച ചെയ്യുക എന്നതാണ് ഈ സിമ്പോസിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി നമ്മോട് സംസാരിക്കാൻ ASF സ്റ്റേറ്റ് സെക്രട്ടറി KP സന്ദീപ് അവരുടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, തീർത്തും വർത്തമാനകാല പ്രസക്തമായ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള സംവാദമാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സംവാദം മുന്നോട്ട് വയ്ക്കുന്ന ആശയപരമായ ഉള്ളടക്കം ഇവിടെ ഇതിനോടകം തന്നെ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം ലോകത്തിലെ ഏറ്റവും സവിശേഷമാർന്ന ഭരണഘടനാവകാശങ്ങളുള്ള ഏറ്റവും പ്രബലമായ ജനാധിപത്യ രാഷ്ട്രങ്ങളിലൊന്നാണ്. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് വൈദേശികരായ എഴുത്തുകാർ പലവിധ നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളും ആലങ്കാരികമായ അഭിപ്രായ പ്രകടനങ്ങളും നടത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ വിവിധ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും സന്ദർശിക്കുകയും അവസാനം ഒരു പുസ്തകരചനയിൽ ഏർപ്പെടുകയും ആ പുസ്തകരചന പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ വൈദേശികനായ ഒരു എഴുത്തുകാരൻ നമ്മുടെ രാജ്യത്തിന് നൽകിയ വിശേഷണം വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്നുള്ളതാണ്. ഞാനത് സൂചിപ്പിക്കുവാൻ കാരണം ബഹുമാന്യനായ ഉദ്ഘാടകൻ ശ്രീ ഓണംപള്ളി മുഹമ്മദ് ഫൈസി വൈവിധ്യങ്ങളുടെ ആ സവിശേഷതയെക്കുറിച്ചാണ് ഇവിടെ ആമുഖമായി സൂചിപ്പിച്ചത്. ഇന്ത്യയെ വൈവിധ്യങ്ങളുടെ അത്ഭുതകരമായ കലവറയായി വിശേഷിപ്പിക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ, വിശ്വാസ പ്രമാണങ്ങളുടെ, മതവിശ്വാസങ്ങളുടെ ഉൾപ്പെടെ വൈവിധ്യങ്ങളാണ്. ഭൂപ്രകൃതിയിൽ, ഭാഷയിൽ, വേഷത്തിൽ, സംസ്കാരത്തിൽ ഉൾപ്പെടെ ഇതുപോലെ വൈവിധ്യം പുലർത്തുന്ന ഒരു നാട് ലോകത്തിൽ പഞ്ചഭൂഖണ്ഡങ്ങളിൽ എവിടെയും നമുക്ക് കാണുക സാധ്യമല്ല. ആ വൈവിധ്യങ്ങൾക്കിടയിലും ഇന്ത്യയെ ഒന്നാക്കുന്നത് അതിന്റെ നാനാത്വത്തിലെ ഏകത്വമാണ്. അതിന്റെ മതനിരപേക്ഷ ജനാധിപത്യ സ്വഭാവമാണ്. അതിന്റെ മാത്രം പ്രത്യേകതയായ ഭരണഘടനാ അവകാശങ്ങളാണ്. ദൗർഭാഗ്യവശാൽ 16ാം ലോകസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം ജനാധിപത്യത്തിൽ ലഭ്യമായ ഭൂരിപക്ഷത്തിന്റെ ചിറകിലേറി അധികാരത്തിൽ വന്ന ഭരണകൂടം ഇന്ത്യയുടെ സവിശേഷമാർന്ന എല്ലാ നന്മകളെയും വൈവിധ്യങ്ങളെയും തകർക്കുന്ന ദൗർഭാഗ്യകരമായ സംഭവവികാസങ്ങൾക്ക് നാം ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹിത്യ അക്കാദമിയിൽ എത്രയോ ആശയ സംവാദങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള വൈലോപ്പിള്ളി ഹാളിൽ ഇതുപോലെ ഒത്തുചേരുവാൻ നമ്മെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകവും ആ വൈവിധ്യങ്ങൾക്കെതിരായ അതിക്രമങ്ങളും വെല്ലുവിളികളും വളർന്നു വരുന്നതാണ്. ഞാനതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. ലോകത്തിൽ ഫാസിസം ഏതെല്ലാം രാജ്യങ്ങളിൽ ഉദയം ചെയ്തിട്ടുണ്ടോ ആ ഫാസിസത്തിന്റെ കടന്നുവരവിന് സമാനമായ അനുഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ഈ ഭരണകൂടത്തിൽ ഉണ്ടാവുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നുണകളുടെ പ്രചാരണങ്ങളാണ്, ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങളാണ്, അസഹിഷ്ണുത മുഖമുദ്രയാക്കുന്നതാണ്, ജനാധിപത്യ വിരുദ്ധ നടപടികളാണ്. ഇറ്റലിയിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും നേരത്തെയൊക്കെ സൂചിപ്പിച്ചാണ് ഹിറ്റ്ലേറിയൻ ചിന്താഗതികൾ, ആശയഗതികൾ പിടിമുറുക്കുന്നത് ഈ അകമ്പടികളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. നമ്മുടെ രാജ്യത്തും അധികാരത്തിലിരിക്കുന്ന ഭരണകൂടവും ന്യൂനപക്ഷ വിരോധം മുഖമുദ്രയാക്കിയവരാണ്. നമ്മുടെ ഭക്ഷണ രീതികളിൽ, നമ്മുടെ ഭാഷാ സംസ്കാരങ്ങളിൽ, ആചാരാനുഷ്ഠാനങ്ങളിൽ ഉൾപ്പെടെ പ്രത്യേക തരത്തിലുള്ള ഒരു ഏകത്വം അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് വളർന്നു വരികയാണ്. ആ വളർന്നുവരവിനെതിരായ പ്രതിഷേധങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവുക സ്വാഭാവികമാണ്.
ആ പ്രതിഷേധം ഒരുപക്ഷെ ഏറ്റവും ആദ്യം പൊട്ടിപ്പുറപ്പെടുന്നത് ക്യാമ്പസുകളിൽ നിന്നാണ്. ചെറുപ്പക്കാർ, യുവത്വം എല്ലാ കാലത്തും അസാധാരണമായ പ്രതികരണശേഷി പ്രകടമാക്കിയവരാണ്. അതുകൊണ്ടാണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ദളിതനായ ഗവേഷണ വിദ്യാർത്ഥി ഭരണകൂടം സ്പോൺസർ ചെയ്ത ആത്മഹത്യയിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ അതിനെതിരായ പ്രതിഷേധം ഇന്ത്യയിൽ ഉണ്ടാകുന്നു. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ സ്വതന്ത്രമായ ചിന്താഗതികൾക്കെതിരെ വിലങ്ങുകൾ തീർക്കുവാൻ, അവരെ അത് വിലങ്ങുവെക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം ഭരണകൂടം നടത്തുമ്പോൾ അതിനെതിരായ പ്രതിഷേധങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ തികഞ്ഞ അസഹിഷ്ണുതയോടെ തങ്ങൾക്കെതിരെ ഉയർന്നുവരുന്ന വിമർശനങ്ങളെയും അഭിപ്രായ പ്രകടനങ്ങളെയും വിയോജിപ്പുകളെയും അസഹിഷ്ണുതയിലൂടെ ജനാധിപത്യ വിരുദ്ധ നടപടികളിലൂടെ ഒരു ഭരണകൂടം നോക്കിക്കാണുന്നു എന്നതിന്റെ ദുരന്തമാണ് നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും JNU എന്ന യൂണിവേഴ്സിറ്റി സാർവദേശീയ സംവാദ വേദികളിൽ പോലും വലിയ ചർച്ചകൾക്ക് വിധേയമായ യൂണിവേഴ്സിറ്റികളിലൊന്നാണ്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനങ്ങൾ, നാം പലപ്പോഴും പറയാറുണ്ട്, സൂര്യന് താഴെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും കുറിച്ച് സംവാദങ്ങൾ നടക്കുന്ന പ്രത്യേകമായ ക്യാമ്പസുകളിലൊന്നും. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ രീതികൾ, മാതൃക എന്തായിരിക്കണമെന്ന്, എങ്ങനെയായിരിക്കണമെന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമമായ മാതൃകയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. ആ സ്ഥാപനം നെഹ്റുവിന്റെ പേരിൽ സ്ഥാപിതമായി എന്നുള്ളതാണ് RSSനെയും സംഘപരിവാര ഫാസിസ്റ്റുകളെയും ആ സ്ഥാപനത്തിനെതിരെ നിലപാടുകൾ സ്വീകരിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി മാസം 9-ാം തീയതി JNU യൂണിവേഴ്സിറ്റിക്കകത്ത് സബർമതി ദാബ എന്ന ഒരു ചെറിയ ചായക്കടയുടെ മുൻവശത്ത് സംഘടിപ്പിക്കപ്പെട്ട ഒരു സംവാദത്തെ തുടർന്നാണ് ആ ക്യാമ്പസിനെ ആകെ അടിച്ചമർത്തുവാൻ, ദേശവിരുദ്ധരുടെ താവളമാക്കി പരിവർത്തനം ചെയ്യുവാൻ, അതുവഴി സ്വയം പ്രഖ്യാപിത രാജ്യസ്നേഹികളായി രംഗപ്രവേശം ചെയ്യുവാൻ ചിലരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിക്കകത്ത് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വിവിധ വിദ്യാർത്ഥി സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേകമായ പരിപാടി സംഘടിപ്പിക്കുന്നു. എ കൺട്രി വിത്തൌട്ട് പോസ്റ്റ് ഓഫീസ്. തപാൽ ഓഫീസില്ലാത്ത ഒരു രാജ്യം എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു സംവാദ കേന്ദ്രത്തിലേക്ക് അതിക്രമം അഴിച്ചുവിടുകയും അവിടെ നുഴഞ്ഞു കയറുകയും അവിടെ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കി എന്ന വ്യാജ പ്രചാരവേലകൾ സംഘടിപ്പിക്കുകയും ചെയ്തതിനു ശേഷം ആ ക്യാമ്പസിലെ 10,000-കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാരവാഹിയായി തെരഞ്ഞെടുക്കപ്പെട്ട AISFന്റെ നേതാവ് കന്നയ്യകുമാറിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടയ്ക്കുവാൻ, കള്ളക്കേസിൽ കുടുക്കുവാൻ കേന്ദ്ര ഭരണകൂടമാണ് തീരുമാനമെടുക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ ഒന്നടങ്കം അതിശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ആരംഭിക്കുകയുണ്ടായി. കന്നയ്യകുമാർ ക്യാമ്പസിലെ വിദ്യാർത്ഥി സമൂഹം തമ്മിൽ തല്ലി സംഘർഷമുണ്ടാകുന്നത് ഒഴിവാക്കുവാൻ മുൻകൈയെടുത്തതിന്റെ പേരിലാണ് ആ ചെറുപ്പക്കാരനെ കള്ളക്കേസിൽ കുടുക്കി നിശബ്ദമാക്കി വേട്ടയാടുവാൻ ഇന്ത്യയിലെ ഗവൺമെന്റ് തീരുമാനമെടുത്തത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ ABVPയുടെ ഉത്തരവാദിത്തപ്പെട്ട യൂണിറ്റ് ഭാരവാഹികൾ പരസ്യമായി രാജി പ്രഖ്യാപിച്ചത് നമ്മുടെ രാജ്യം ചർച്ച ചെയ്തതാണ്. മനുസ്മൃതിയുടെ താളുകൾ കത്തിച്ച് ഈ ജാതിമത ഉച്ചനീചത്വങ്ങൾ കുത്തിനിറച്ച, സാമൂഹിക അനീതി മാത്രം സംഭാവന ചെയ്ത മനുസ്മൃതിയുടെ താളുകൾ കത്തിച്ച് പരസ്യമായി പ്രതിഷേധം രേഖപ്പെടുത്തുവാൻ രാജിവെച്ച സുഹൃത്തുക്കളാണ് തീരുമാനമെടുത്തത്. സംഘപരിവാർ അനുകൂല ദേശീയ മാധ്യമങ്ങളിൽ പ്രധാനപ്പെട്ട സി ന്യൂസ്, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസറായിട്ടുള്ള വിശ്വദീപക് ഈ സംഘപരിവാർ അനുകൂല കുഴലൂത്തിന്റെയും വാലാട്ടലിന്റെയും പേരിൽ തന്റെ മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് രാജിവെച്ചൊഴിയുന്ന വാർത്ത വന്നത് നമ്മുടെ രാജ്യത്തിന്റെ മുമ്പിലാണ്. അപ്പൊ തീർച്ചയായും ഈ വ്യാജമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു സർവകലാശാലയെയും അവിടത്തെ 10,000-കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെയും രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുവാൻ സംഘപരിവാര ഫാസിസ്റ്റുകൾ പരിശ്രമിച്ചത്. അതാണ് സൂചിപ്പിച്ചത്, നുണകളുടെ അകമ്പടി എല്ലാ കാലത്തും ഫാസിസം സ്വീകരിക്കാറുണ്ട്. ആ നുണകളുടെ ചീട്ടുകൊട്ടാരം തകർന്നു വീഴുന്ന കാഴ്ച. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ അതിശക്തമായ പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നു. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നു. ആ പ്രതിഷേധങ്ങളെ ദുർബലപ്പെടുത്തുവാൻ വേണ്ടി വിയോജിപ്പുകളെയും വിമർശനങ്ങളെയും സഹിഷ്ണുതയോടെ നേരിടുന്നതിന് പകരം അവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുവാനുള്ള ഹീനമായ പരിശ്രമങ്ങൾ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. ഒറ്റ കാര്യം കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. സ്വയം പ്രഖ്യാപിത രാജ്യസ്നേഹികളായി നമ്മുടെ മുമ്പിൽ വരുന്നവരുടെ രാജ്യസ്നേഹത്തെക്കുറിച്ചുള്ള പരിശോധന ഈ സമയത്ത് ഏറെ പ്രസക്തമാണ്. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടങ്ങളുടെ ഏതെങ്കിലും ഒരു തീക്ഷ്ണമായ ഘട്ടത്തിൽ എവിടെയും ഒരു പങ്കും ഒരു സംഭാവനയും അടയാളപ്പെടുത്താത്തവരാണ് ഇന്ന് രാജ്യസ്നേഹത്തെക്കുറിച്ച് വീറോടെ വാദിക്കുന്നതും വാചാലരാകുന്നതും. ഇതുമാത്രമല്ല,
നമ്മുടെ രാഷ്ട്രപിതാവ് മതനിരപേക്ഷതയുടെ ഏറ്റവും മഹത്തായ ആശയഗതികൾ മുന്നോട്ട് വച്ച ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയെ വെടിവെച്ച് കൊല്ലുവാൻ നേതൃത്വം നൽകിയ ആളുകൾ ആ വെടിവെച്ച് കൊന്ന ക്രൂര കൃത്യത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി പിന്നെ വധശിക്ഷയ്ക്ക് വിധേയനായ ആളുടെ പേരിൽ അമ്പലം നിർമ്മിക്കുവാൻ, പ്രതിമ സ്ഥാപിക്കുവാൻ, അദ്ദേഹത്തിന്റെ പിന്നെ തൂക്കിക്കൊല നടന്ന ദിവസത്തെ ബലിദാന ദിവസമായി പ്രഖ്യാപിക്കുവാൻ ഉൾപ്പെടെ നടത്തുന്നത് രാജ്യദ്രോഹ പ്രവർത്തനങ്ങളല്ലേ എന്ന് സ്വാഭാവികമായും ഈ ചെറിയ സംശയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ തീർച്ചയായും അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നവർക്കെതിരെ ഒരു നിയമ നടപടികളും ഉണ്ടാകുന്നില്ല. ഇന്ത്യയുടെ ഭരണഘടനാ അവകാശങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന് നേരെ വെല്ലുവിളികൾ ഉയർത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അതിനെതിരെ ഒരു നടപടിയും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നില്ല. ഭക്ഷണശീലങ്ങളിൽ കൈവയ്ക്കുന്നു, തീന്മേശകളിൽ എന്തു ഭക്ഷണം എങ്ങനെ കഴിക്കണം, അടുക്കളയിൽ എന്തു പാചകം ചെയ്യണമെന്നുൾപ്പെടെയുള്ള കൽപ്പനകൾ, ശാസനകൾ നമ്മുടെ മുമ്പിൽ വരികയാണ്. തീർച്ചയായും ജനാധിപത്യ ഇന്ത്യ അപകടകരമായ ഫാസിസ്റ്റ് നടപടികളുടെ നടുവിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരായ പ്രതിരോധവും ചെറുത്തുനിൽപ്പും സാമൂഹിക പ്രതിബദ്ധതയുള്ള, ദേശസ്നേഹമുള്ള, രാഷ്ട്രബോധമുള്ള ചെറുപ്പക്കാരുടെ, വിദ്യാർത്ഥി സംഘടനകളുടെ ഉത്തരവാദിത്തമായി മാറുകയാണ്. അതിശക്തമായ ആശയ സംവാദങ്ങളിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. വിയോജിപ്പുകൾ രേഖപ്പെടുത്തുവാൻ വേണ്ടി സാധിക്കണം. ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം തന്നെ വിയോജിക്കുവാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണ്. ഇവിടെ ആമുഖ പ്രഭാഷണം നടത്തിയ സുഹൃത്ത് സൂചിപ്പിച്ചു, ക്യാമ്പസുകൾക്കകത്തും വിയോജിപ്പുകളെ സഹിഷ്ണുതയോടെ നേരിടുവാനുള്ള സാമാന്യമായ മര്യാദ വിദ്യാർത്ഥി സംഘടനകൾ പുലർത്തണമെന്ന്. തീർത്തും അർത്ഥവത്തായ, ഏറെ ഗൌരവമേറിയ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തന ശൈലി ഉൾപ്പെടെ പുനഃപരിശോധിക്കുവാൻ വിധേയമാക്കപ്പെടേണ്ട ഗൌരവമേറിയ അഭിപ്രായ പ്രകടനമാണ് ഇവിടെ നടത്തിയത്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയെ പോലെ ആശയ സംവാദത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു സംവാദ ശൈലി കേരളത്തിലെ ക്യാമ്പസുകൾക്കുണ്ടാകണം, വിദ്യാർത്ഥി സംഘടനകൾക്കുണ്ടാകണം. മത സാമുദായിക സംഘടനകളാണെങ്കിലും സഹിഷ്ണുത മുഖമുദ്രയാക്കി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ സംവാദത്തിലേക്ക് AISFന്റെ പ്രതിനിധികളെ ക്ഷണിച്ചതിലുള്ള നന്ദി രേഖപ്പെടുത്തി ഇത്രയും ഗൌരവമേറിയ ഒരു പ്രശ്നം, വർത്തമാനകാല പ്രസക്തമായ ഒരു വിഷയം ചർച്ചയ്ക്കെടുത്ത SKSSFന് AISFന്റെ ദേശീയ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അടുത്തതായി നമ്മോട് സംസാരിക്കാൻ NSU കേരള ചീഫ് പ്രൊഫസർ അനൂപ് VR ക്ഷണിക്കുന്നു. സംവാദത്തിന്റെ അധ്യക്ഷൻ അബ്ദുല്ലാഹി ലക്ഷദ്വീപ്, ഉദ്ഘാടനം ചെയ്ത ഏറെ ആദരണീയനും ബഹുമാന്യനുമായ ഓണംപള്ളി മുഹമ്മദ് ഫൈസൽ, വേദിയിലിരിക്കുന്ന വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളെ, SKSSF എന്ന മഹത്തായ സംഘടനയുടെ ആദർശം ഉൾക്കൊള്ളുന്ന ആർജവമുള്ള പ്രതിനിധികളെ, ശബ്ദത്തിന് ചില പ്രശ്നങ്ങളുണ്ട്, ആദ്യമേ തന്നെ പറയുന്നു. നമ്മുടെ ക്യാമ്പസുകളിൽ സംഭവിക്കുന്നതെന്ത്? ക്യാമ്പസുകളിൽ കോച്ചുവില്ലുമ എന്ന വിഷയത്തിൽ ഈ സംവാദം ഇവിടെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ തീർച്ചയായും അത് സമകാലികതയെ അഭിസംബോധന ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. നമ്മുടെ ക്യാമ്പസുകളിൽ സംഭവിക്കുന്നത് എന്തു എന്ന് ഈ സാഹിത്യ അക്കാദമിയുടെ വൈലോപ്പിള്ളി ഹാളിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കറിയാം. അവിടുത്തെ ദളിത് ഗവേഷക വിദ്യാർത്ഥിയായ രോഹിത് വെമുലയുടെ ആത്മഹത്യ എന്ന അരുംകൊലയ്ക്ക് കാരണക്കാരനായ രോഹിത് വെമുലയുടെ അന്തകൻ അപ്പാറാവു വീണ്ടും ആ ക്യാമ്പസിലേക്ക് തിരിച്ചു വരികയാണ്. തീർച്ചയായും ആ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു ഏകാധിപതിയുടെ തിരിച്ചുവരവിന് തീർത്തും അനുയോജ്യമായ നിലയിലാണ്. ആൺപെൺ ഭേദമില്ലാതെ വിദ്യാർത്ഥികൾ ക്രൂരമായി ആക്രമിക്കപ്പെടുന്നു, നരനായാട്ട് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ, വെള്ളം, വൈദ്യുതി മുതൽ ഇന്റർനെറ്റ് വരെ വിച്ഛേദിക്കപ്പെടുന്നു. വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് അധ്യാപകർ മർദ്ദിക്കപ്പെടുന്നു. അങ്ങനെ
വളരെ വളരെ ദാരുണമായ അവസ്ഥയിലേക്ക് സമകാലിക ഇന്ത്യൻ ക്യാമ്പസ് സാഹചര്യം എത്തി നിൽക്കുമ്പോഴാണ് ഞാനും നിങ്ങളും ഇവിടെ ഒരു സംവാദത്തിന് ഏർപ്പെടുന്നത്. തീർച്ചയായും ഉപരിപ്ലവമായ ഇത്തരം സംവാദങ്ങൾക്കപ്പുറത്ത് നമ്മുടെ സാന്നിധ്യം സമരമുഖങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ സംവാദത്തിലായി പരിമിതപ്പെട്ടു പോകുന്നത് എന്നുള്ള ദുഃഖം കൂടി ബാക്കിയാണ്. പലപ്പോഴും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി അടക്കമുള്ള ഇത്തരം പ്രവണതകളെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്. ഹൈദരാബാദിൽ HUവിൽ നടക്കുന്നത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്നാണ്. പലപ്പോഴും ഫാസിസ്റ്റ് പ്രവണതകൾ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ് നാമവിശേഷണം എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ. തീർച്ചയായും അടിയന്തരാവസ്ഥയുടെ എല്ലാ അടിയന്തരാവസ്ഥയോടുള്ള എല്ലാ വിമർശനങ്ങളും വിയോജിപ്പുകളും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ അടിയന്തരാവസ്ഥ പോലും ഒരു ഭരണഘടനാപരമായ പ്രയോഗമായിരുന്നു. കുൽദീപ് നയ്യാറെ പോലുള്ള ഇന്ദിരാഗാന്ധിയുടെ ഒരു കടുത്ത വിമർശകൻ പറയുന്നു, ഇന്ത്യൻ ഭരണഘടനയിൽ അടിയന്തരാവസ്ഥ എമർജൻസി പ്രഖ്യാപിക്കുന്ന ഒരു വകുപ്പുണ്ട് എന്നുള്ളത് അക്കാഡമിക്സിനപ്പുറം ഒരു പൊതുസമൂഹം അറിയുന്നത്, പൊതുജനങ്ങൾ അറിയുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമാണ്. അപ്പോൾ പോലും അടിയന്തരാവസ്ഥ ഭരണഘടനാപരമായ ഒരു ഉള്ളടക്കത്തിൽ അധിഷ്ഠിതമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരാവസ്ഥ പിൻവലിക്കാൻ ഇന്ദിരാഗാന്ധി നിർബന്ധിതരായത്. അതിനകത്ത് രണ്ട് സാഹചര്യങ്ങളുണ്ട്. തീർച്ചയായും ഇന്ദിരാഗാന്ധിയിൽ സജീവമായിരുന്ന നെഹ്റുവിയൻ ബോധം. നെഹ്റുവിന്റെ മകൾക്ക് ഏകാധിപതിയാവണമെങ്കിൽ ചില പരിമിതികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പിൻവലിച്ചത്. മാത്രമല്ല, അടിസ്ഥാനപരമായി അവർക്ക് ഭരണഘടനയോട് ആഴത്തുള്ള പ്രതിബദ്ധത ഉണ്ടായിരുന്നു. തീർച്ചയായും ഇപ്പോൾ ഭരിക്കുന്നവർക്ക് അത്തരത്തിലുള്ള പരിമിതികളോ പ്രതിബദ്ധതകളോ ഇല്ല. അടിയന്തരാവസ്ഥയെ നയിച്ചത് ഭരണഘടനയായിരുന്നെങ്കിൽ ഭരണഘടനയ്ക്ക് പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും ആയിരത്താണ്ടുകൾ മുമ്പുള്ള ഒരു അലിഖിത ഭരണഘടനയാണ് ഇവർ നയിക്കുന്നത്. ആ ഭരണഘടനയുടെ പേര് മനുസ്മൃതി എന്നാണ്. സ്ത്രീ സ്വാതന്ത്ര്യ മഹരി എന്ന് പറഞ്ഞ മനുസ്മൃതി. വേദം കേൾക്കുന്നവന്റെ ചുവട്ടിൽ ഈ മുറുക്കി ഒഴിക്കലൊഴിയുടെ മേഖലയ്ക്ക് പുറത്തു നിർത്തിയ മനുസ്മൃതിയിൽ നിന്നാണ് സ്മൃതി ഇറാനിമാർ സംഭവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമുക്കുണ്ട്. തീർച്ചയായും ഇവരുടെ പ്രത്യയശാസ്ത്ര പരിസരം എന്ന് പറയുന്നത് ഭരണഘടനയല്ല. ഭരണഘടനയോടോ ഈ രാജ്യത്ത് നിൽക്കുന്ന സെക്കുലർ എന്ന് പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള മൂല്യവ്യവസ്ഥയോടോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിബദ്ധതയുള്ളവരല്ല ഇന്ത്യ ഭരിക്കുന്നതെന്ന യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട്. അവർ ജനാധിപത്യത്തെ കാണുന്നത് ഒരു ഒളിത്താവളമായി മാത്രമാണ്. തീർച്ചയായും മനുസ്മൃതിയെക്കുറിച്ച് പറയുമ്പോൾ മനുസ്മൃതി നിഷേധിക്കുന്ന ഇവിടുത്തെ അടിസ്ഥാന അവസ ജനവിഭാഗങ്ങളെക്കുറിച്ച് പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് മുന്നിൽ ആ ആത്മഹത്യാക്കുറിപ്പുണ്ട്. രോഹിത്തിലൂടെ നമ്മുടെ കാലത്തെ ഏറ്റവും സജീവമായ സാഹിത്യം എന്ന് പറയുന്നത് നോവലോ ചെറുകഥയോ അല്ല, ആത്മഹത്യാക്കുറിപ്പുകളാണെന്ന് NS മാധവൻ പറഞ്ഞുവെങ്കിൽ അതിനെ അന്വർത്ഥമാക്കുന്ന രോഹിത്തിലൂടെ ആത്മഹത്യാക്കുറിപ്പുണ്ട്. രോഹിത്തിലൂടെ പറയുന്നു, എന്റെ ജനനമാണ് എന്റെ മരണത്തിന് കാരണം. ഡിസയർ ഇസ് ദ കോസ് ഓഫ് ഓൾ സോറോസ്. ആഗ്രഹമാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണമെന്ന് പറഞ്ഞ ശ്രീബുദ്ധന് ശേഷം ഇന്ത്യ കേട്ട ഏറ്റവും മഹത്തായ ഫിലോസഫിയാണ് എന്റെ ജനനമാണ് എന്റെ മരണത്തിന് കാരണം. തീർച്ചയായും ഒരാളുടെ ജനനമെന്ന് പറയുന്നത് അയാളുടെ തിരഞ്ഞെടുപ്പല്ല. ഒരു ദളിതനായി ജനിക്കേണ്ടി വന്നതിന്റെ പേരിൽ മരിക്കേണ്ടി വന്ന രോഹിത്തിലൂടെ കാൾ സാഗൻ എന്ന് പറഞ്ഞ സയന്റിഫിക് ഫിക്ഷൻ എഴുതുന്ന മനോഹരമായി ശാസ്ത്ര സാഹിത്യം എഴുതുന്ന കാൾ സാഗനെ പോലെ ഒരു ശാസ്ത്ര എഴുത്തുകാരനാകാനാണ് എനിക്കറിയാം എന്ന് പറഞ്ഞ രോഹിത്തുമില്ല അവസാനം പറയുന്നു. പക്ഷേ എന്റെ അവസാനത്തെ എഴുത്ത് ഇതുപോലെ എഴുത്താകാനാണ് നിയതിയുടെ നിയോഗം എന്ന് മനസ്സിലാക്കിയ രോഹിത്തുമില്ല. അങ്ങനെ നക്ഷത്രങ്ങളെ പ്രണയിച്ച, ജീവിതത്തെ പ്രണയിച്ച ഒരു യുവാവിന് ബോധപൂർവമല്ലാതെ മരണം തിരഞ്ഞെടുക്കേണ്ടി വന്നതുകൊണ്ടാണ് ആ ആത്മഹത്യയെ നമ്മൾ കൊലപാതകം വിളിക്കേണ്ടി വരുന്നത്. തീർച്ചയായും രോഹിത് തുമില എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ കാര്യത്തിൽ സംഭവിച്ചതുകൊണ്ടാണ് ഇതുപോലൊരു സംവാദം
ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്നു. ചെറിയ ചില ആശയപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ആ ക്യാമ്പസിനകത്തെ ഏറ്റവും ശക്തമായ ദിശണയായിരുന്ന ആ ദളിത് ജീവിതത്തെ വളരെ ആസൂത്രിതമായി കൊല ചെയ്യുകയാണ് അവിടുത്തെ അധികാരികൾ ചെയ്തത്. രോഹിത് മുന്നയുടെ ഡയറിക്കുറിപ്പുകളിലൂടെ കടന്നു പോകുമ്പോൾ എത്ര ആർദ്രമായിരുന്നു ആ മനസ്സ് എന്ന് നമുക്ക് വായിച്ചു. രോഹിത് വിമല എഴുതുന്നു, എനിക്ക് ആദ്യമായി UGCയുടെ ഫെലോഷിപ്പ് കിട്ടുമ്പോൾ രോഹിത് വിമല ചെയ്യുന്നത് രോഹിത് വിമലയുടെ ആ ദളിത് കോളനിയിൽ, ആ ദളിത് ഗ്രാമത്തിൽ രോഹിത് വിമല ആദ്യമായി ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചു വയ്ക്കുകയാണ്. രോഹിത് പറയുന്നു, എന്റെ നാട്ടിലെ ജനങ്ങൾ, എന്റെ നാട്ടിലെ കുട്ടികൾ എങ്ങനെയാണ് ഒരു തണുത്ത വെള്ളത്തിന്റെ രുചി എന്നറിഞ്ഞിട്ടില്ല. അങ്ങനെ കാലാകാലങ്ങളായി അധികാരത്തിന്റെ അഭാവത്തിൽ അവഗണന കൊണ്ട് ഉഷ്ണം സഹിച്ച ശീതളിമ അറിയാത്തൊരു സമൂഹത്തിന് തണുത്ത വെള്ളത്തിന്റെ തണുപ്പ് എങ്ങനെയാണ് എന്ന് അനുഭവവേദ്യമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്റെ യൂണിവേഴ്സിറ്റി ഫണ്ട് കൊണ്ട്, തന്റെ UGC ഗ്രാന്റ് കൊണ്ട് ആദ്യമായി തന്റെ ഗ്രാമത്തിലേക്ക്, തന്റെ കുടിലിലേക്ക് ഫ്രിഡ്ജ് മേടിക്കുകയാണ് രോഹിത് വിമല ചെയ്തത്. പലപ്പോഴും സംവരണമടക്കമുള്ള ഉപാധികൾ കൊണ്ട് സാമൂഹികമായി ഉയരുമ്പോൾ താൻ ജനിച്ചു വളർന്ന ഇടങ്ങളെ മറക്കുന്ന കരിയറസ്റ്റുകളുള്ള ഒരു കാലത്താണ് രോഹിത് വിമല വീണ്ടും 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 പ്രസക്തനാകുന്നത്. തീർച്ചയായും ഒതുങ്ങി നിൽക്കുന്നില്ല. രോഹിത് വിമല തന്റെ വീട്ടിലേക്ക് TV മേടിക്കുന്നു. എങ്ങനെയാണ് TV ഉപയോഗിക്കുക, എങ്ങനെയാണ് റിമോട്ട് ഉപയോഗിക്കുക എന്ന് തന്റെ ഗ്രാമത്തിലെ കുട്ടികളെ പഠിപ്പിക്കുന്നു. അതുപോലെ സ്വപ്നങ്ങളുള്ളൊരു യുവാവ് ഇവിടെ മരിക്കുകയാണ്, അല്ലെങ്കിൽ കൊല്ലപ്പെടുകയാണ്. തീർച്ചയായും രോഹിത് വിമല എന്ന വ്യക്തി ഒറ്റപ്പെട്ട ഉദാഹരണമല്ല. ഈ പുതിയ ഗവൺമെന്റ് അധികാരത്തിലേറ്റതിനു ശേഷം വളരെ ആസൂത്രിതമായി ദളിത് പിന്നോക്ക വിഭാഗങ്ങളുള്ള വിദ്യാർത്ഥികളുടെ ഫെല്ലോഷിപ്പുകൾ നിർത്തലാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. രോഹിത് വിമലെ വളരെ മൂർത്തമായ ഒറ്റ അടിക്കുള്ള പ്രകടമായ ഉദാഹരണമാണെങ്കിൽ പല ക്യാമ്പസുകളിലും ഘട്ടം ഘട്ടമായി രോഹിത് വിമലമാർ സംഭവിപ്പിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രോഹിത് വിമലയുടെ കൊലപാതകം, ആത്മഹത്യ എന്ന കൊലപാതകം ഉണ്ടാകുന്നതിന് വളരെ മുമ്പാണ് ജനറൽ VK സിംഗ് എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി പറയുന്നത് ഒരു ദളിതന്റെ മരണം പട്ടിയുടെ മരണത്തിന് തുല്യമാണെന്നാണ്. തീർച്ചയായും മരിക്കാനുള്ള പട്ടികളാണ് ദളിതരെന്ന സാമാന്യ ബോധമുള്ള സംഘപരിവാർ ആശയത്തിന് നൽകുന്ന ഈ സർക്കാരിൽ നിന്ന് ഇതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. തീർച്ചയായും സമയപരിമിതിയുടെ പ്രശ്നങ്ങളുണ്ട്. രോഹിത് വിമലയുടെ വിഷയത്തിന് ശേഷം JNU സംഭവിക്കുന്നു, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റികളടക്കം സംഭവിക്കുന്നത് തുറന്ന ഇടങ്ങളെ കൂടുതൽ കൂടുതൽ അടയ്ക്കാനുള്ള പരിശ്രമമാണ്. JNU കന്നയ്യകുമാറിനെ പോലെ ഒരാളെതിരെ ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഐക്യനിര പടുത്തുയർത്തപ്പെടുന്നുണ്ട്. തീർച്ചയായും ഇതുപോലൊരു വേദിയിൽ പറയേണ്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ കന്നയ്യകുമാറിൽ നമ്മുടെ പ്രതിഷേധങ്ങൾ ഒതുങ്ങുമ്പോൾ നമ്മുടെ സെക്യുലർ ഇരട്ടത്താപ്പ് കൂടി സ്വയം വിമർശിക്കപ്പെടേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഉമ്മർ ഖാലിദ് മറക്കപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇതുപോലൊരു വേദിയിലെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് ആത്മവഞ്ചനയാകുമെന്നുള്ള ഉത്തമമായ ബോധ്യം എനിക്കുണ്ട്. ഉമ്മർ ഖാലിദ് പറയുന്നു, ഞാനൊരു മുസ്ലിമാണെന്ന് എനിക്ക് ബോധ്യം വരുന്നത് ഈ ഒരാഴ്ചയാണ്. ഹീസ് നോട്ട് എ പ്രാക്ടീസിംഗ് മുസ്ലിം. ഇവിടെ ഇരിക്കുന്ന പലരെയും പോലെ നിത്യവും നിസ്കാരം ചെയ്യുന്ന, പ്രാർത്ഥന ചെയ്യുന്ന, ഖുർആനിൽ വിശ്വസിക്കുന്ന ഒരു പ്രാക്ടീസിംഗ് മുസ്ലിം ആയിരുന്നില്ല ഉമ്മർ ഖാലിദ്. പക്ഷേ ഉമ്മർ ഖാലിദ് അവർക്ക് മുസ്ലിം ആയിരുന്നു. ഒരു മുസ്ലിം നാമം മതിയാണ്, മതി ഇന്ത്യൻ ഫാസിസത്തിന് ഒരാളെ ഇരയായി വേണമെന്ന് പ്രഖ്യാപിക്കാൻ. അത്തരമൊരവസ്ഥയിൽ ശുദ്ധ സെക്യുലർ നാട്യങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളത് പ്രയാസമാണ്. ഇന്ത്യൻ ഫാസിസത്തിന്റെ ആദ്യത്തെ ഇരകൾ മുസ്ലിങ്ങളും രണ്ടാമത്തെ ഇരകൾ ദളിതുകളുമാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഫാസിസത്തിനെതിരെയുള്ള പ്രതിരോധ പരിശ്രമങ്ങളിൽ പങ്കാളിയാകാൻ കഴിയൂ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. തീർച്ചയായും SKSSFനെ പോലെ മതത്തെ ആദർശവും പ്രയോഗവുമാക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയുടെ വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ തീർച്ചയായും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യം, ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിൽ മുസ്ലിമായിരിക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ സമരമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ നിങ്ങളെ അഭിവാദ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും സുഹൃത്തുക്കളെ, ഇത്തരം സമരങ്ങളെ
അഭിവാദ്യം ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ സമരങ്ങളിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും നിങ്ങൾ ഓരോരുത്തരെയും മുസ്ലിം ആയിരിക്കുക എന്ന വ്യക്തിപരമായി ഞാനൊരു വിശ്വാസിയല്ല, പക്ഷേ ഒരു മുസ്ലിം ആയിരിക്കുക എന്നുള്ളത് സുപ്രധാനമായ രാഷ്ട്രീയ കർത്തവ്യം കൂടിയാണെന്ന് തിരിച്ചറിയപ്പെടുന്ന ഈ രാഷ്ട്രീയ സന്ദർഭത്തിൽ മുസ്ലിം ആയിരിക്കുന്ന നിങ്ങളെ ആലിംഗനം കൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ജയ് ഭീം, ജയ് ഹിന്ദ്. അടുത്തതായി നമ്മോട് സംസാരിക്കാൻ MG യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഉവൈസ് ഹുദവി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആദരണീയരായ ഓണംപള്ളി ഫൈസി ഉസ്താദുകളെ, വിശിഷ്ട വ്യക്തികളെ, കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ അമരത്തിരിക്കുന്ന എന്റെ സുഹൃത്തുക്കൾ, നക്ഷത്രങ്ങളെ സ്വപ്നം കണ്ട കനയ്യമ്മ രോഹിത് വിമൂലമാരെ കുറിച്ചും വിദ്യാർത്ഥികളെ പ്രതിദാനം ചെയ്യുന്ന കനയ്യമാരെ കുറിച്ചും നാം എല്ലാവരും ചർച്ച ചെയ്തു. ഈ ഒരവസരത്തിൽ നമ്മുടെ പ്രമേയമായ ക്യാമ്പസ് ചിന്തകൾക്ക് കൈവിലങ്ങോ എന്നുള്ള ഈ വിഷയത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മറ്റൊരർത്ഥത്തിൽ തീർച്ചയായും ഫാഷിസത്തിന്റെ അകക്കൈകളിൽ നെരിഞ്ഞമർന്ന ഈ ഘട്ടത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ചർച്ച, ഇത്തരത്തിലുള്ള ഒരു സംവാദം, ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം, അതല്ലെങ്കിൽ 60ഓളം വർഷം ഇത്രയും കാലം ഫാഷിസത്തിന്റെ നീക്കുപോക്കുകൾ നാം മനസ്സിലാക്കിയിട്ടും നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക്, വിദ്യാർത്ഥികളെ പ്രതിനിധീകരിക്കുന്ന സംഘടനകൾക്ക് അതിന്റേതായ ഒരു ഐഡിയോളജിയോടുകൂടെ മുന്നോട്ട് പോകുന്നതിൽ പരാജയം സംഭവിച്ചിട്ടുണ്ടോ എന്ന് വിചിന്തനം നടത്തേണ്ട ഒരു സമയം കൂടിയേ ഞാൻ ചെയ്യും. പറയാൻ കാരണം, ഞാനിവിടെ വന്നിട്ടുള്ളത് MG യൂണിവേഴ്സിറ്റി പ്രതിനിധി എന്ന നില കൂടി അവിടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ഇടപെടലുകൾ തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ 40 വർഷമായിട്ടുള്ള MG യൂണിവേഴ്സിറ്റി അതിന്റെ അവസാന 7 വർഷങ്ങൾക്കിടയിലാണ്, അല്ലെങ്കിൽ അവസാന 10 വർഷത്തിലാണ് അതിന്റെ ഒരു രാഷ്ട്രീയ മുഖങ്ങൾ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ഇടപെടലുകൾ നമുക്ക് കാണാൻ സാധിക്കും. SFI എന്ന പ്രസ്ഥാനം അവരുടേതായ ആശയങ്ങളോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ തീർത്തും മറ്റുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് അവിടെ ഒരു വേരൂന്നാനോ അതല്ലെങ്കിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനോ സാധിച്ചില്ല എന്നുള്ളത് വളരെ പരിതാപമായ അവസ്ഥയാണ്. കാരണം എന്തെന്നാൽ തീർത്തും ഇവിടെ ആമുഖ പ്രസംഗത്തിൽ ഷിബിൻ സൂചിപ്പിച്ചതുപോലെ ഫാഷിസം എന്നുള്ളത് നമ്മുടെ സ്വന്തം അഭിപ്രായത്തെ പോലും ഉയർത്തിപ്പിടിക്കാൻ അല്ലെങ്കിൽ നെഞ്ചു നിവർത്തി പറയാൻ നമുക്ക് കഴിയാത്തൊരു അവസ്ഥ അത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ താൻ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ താൻ പ്രതിനിധീകരിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനെ അതിന്റെ തലപ്പത്തൊന്നുകൊണ്ട് പറയാൻ കഴിയുന്നില്ലെങ്കിൽ നാം ഫാഷിസ്റ്റുകളെ, അല്ലെങ്കിൽ ആരാണ് ഫാഷിസ്റ്റുകൾ എന്ന് മാറ്റി നിർത്തപ്പെടുന്ന ആ നിർവചനത്തിൽ കൊണ്ടുവരേണ്ട ഒരവസ്ഥയാണ് പറഞ്ഞു വരുന്നത്. യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ഇങ്ങനെയുള്ള ഒരു ഓട്ടോക്രാറ്റിക് അല്ലെങ്കിൽ ഒരു ഏകാധിപത്യ സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ ഒരു ഓപ്പണന്റ് ഇല്ലാത്ത ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം അവിടെ നിലനിൽക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ മറ്റു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ മറ്റു ആശയങ്ങൾ ഉടലെടുക്കുന്ന ഒരവസ്ഥയാണ് MG യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളെന്നുള്ളത്. ഞാൻ കനയ്യമാരിലേക്കോ വിമൂലമാരിലേക്കോ നീങ്ങുന്നില്ല, റിയാലിറ്റിയെ കുറിച്ച് സംസാരിക്കുകയാണ്. അതിന് കാരണം എന്ത്? ഇത്തരത്തിലുള്ള ഫാഷിസ്റ്റ് ചിന്താഗതികൾ ഒരു ഭാഗത്തുനിന്ന് ഉയർന്നു വരുമ്പോൾ ഇതിനെ ചെറുക്കാൻ എന്റെ സംഘടന മാത്രമോ അല്ലെങ്കിൽ എന്റെ വിദ്യാർത്ഥി സംഘടന മാത്രം മതി, ബാക്കിയുള്ളത് എന്തോ ആവട്ടെ എന്നുള്ള ചിന്താഗതി വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിടയിൽ കടന്നു വരുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം
പറയാൻ കാരണം ഇവിടെയുള്ള വിദ്യാസ്ഥാനങ്ങൾ ഇന്ന് നിലകൊള്ളുന്ന യൂണിവേഴ്സിറ്റി നിലകൊള്ളുന്ന വിദ്യാഭ്യാസങ്ങൾ അതിന്റെ പൂർണ്ണമായും അല്ലെങ്കിൽ എല്ലാ ഇഷ്യൂ എന്ന സമയത്ത് യൂണിവേഴ്സിറ്റി ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ഗോൾ ഗ്യാപ്പ് അല്ലെങ്കിൽ താൻ തന്റെ പ്രസ്ഥാനത്തിന് എന്തിനാണോ നിലകൊള്ളുന്നത് എന്നുള്ള ഒരു ചിന്താഗതി ഇല്ലാതെ പോവുകയും ഇത്തരത്തിലുള്ള നമ്മുടെ വികാരത്തെ മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ മാത്രം ഞാനൊരു പ്രസ്ഥാനത്തിന്റെ ആളായി മുന്നോട്ട് വരുന്ന ഒരു വളരെ ഖേദകരമായ ഒരു അവസ്ഥയാണ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സംജാതമായിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ സംവാദം കൈവിലങ്ങോ എന്നുള്ളത് സത്യത്തിൽ നാം തന്നെ സ്വയം ചോദിക്കേണ്ടതാണ്. നമ്മൾ കൈവിലങ്ങ്, നമുക്കുള്ള കൈവിലങ്ങ് നമ്മളുള്ളവരെ എത്തിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള ഐഡിയോളജിയോ അതല്ലെങ്കിൽ ഒരു ലക്ഷ്യബോധത്തോടെയുള്ള പറയുകയാണെങ്കിൽ ഒരു ഇന്റലക്ച്വൽ ബാങ്ക്രപ്സി എന്ന് തന്നെ പറയാം. നമ്മളെ മുൻഗാമികൾ, മുൻ സംഘടനാ പ്രവർത്തകർ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂട്ടി അവരുടെ സംഘാടക മറ്റു ആർട്സ് എല്ലാ കഴിവുകളും പരിപോഷിപ്പിച്ച് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ, വിദ്യാർത്ഥികളെ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു നേതൃത്വം അതല്ലെങ്കിൽ ദിശാബോധം ഇത്തരത്തിലുള്ള ഫാഷിസ്റ്റ് ചിന്താഗതികൾക്കും ഫാഷിസ്റ്റ് ആശയങ്ങൾക്കും സംഘടനാ പ്രവർത്തകരും വിദ്യാർത്ഥികളും വിലങ്ങേർപ്പെടാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിന്താഗതികളുടെയും സംവാദ പ്രസ്ഥാനങ്ങൾ അവരുടേതായ പ്രശ്നങ്ങൾ തന്റെ പ്രസ്ഥാനം, താൻ ഉൾക്കൊള്ളുന്ന സംഘടന എന്തിനാണോ നിലകൊള്ളുന്നത് അതിൽ നിലയുറച്ച് ആശയപരമായി ഒരു ലക്ഷ്യത്തോടുകൂടി അഭിവാദിക്കുകയുള്ളൂ. ഇതിലേക്ക് ക്ഷണിച്ചത് അസ്സലാമു അലൈക്കും. അടുത്തതായി നമ്മോട് സംസാരിക്കാൻ ABVP സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് പ്രിൻഡോ മാസ്റ്റർ. ഈ SKSSF സംഘടിപ്പിക്കുന്ന ഈ സിംപോസിയത്തിൽ അധ്യക്ഷത വഹിക്കുന്ന അബ്ദുല്ലാഹി ലക്ഷദ്വീപ്, ഉദ്ഘാടനം നിർവഹിച്ച ഓണംപള്ളി മുഹമ്മദ് ഫൈസി, വേദിയിലും സദസ്സിലും ഭൂഷിഷ്ഠരായിട്ടുള്ള ആത്മീയത തുടിക്കുന്ന വിദ്യാർത്ഥി വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. SKSS പോലെയുള്ള ഒരു സംഘടന സമകാലിക ഭാരതം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെ സംവാദത്തിന് എടുത്തുകൊണ്ട് പൊതുസമൂഹത്തിനിടയിലേക്ക് ഇത്തരത്തിലുള്ള ഒരു ചർച്ച തിരഞ്ഞെടുത്തത് വളരെയധികം നല്ല കാര്യമാണ്. SKSSFന്റെ ശക്തി SKSSFനെ പഠിച്ച ഓരോരുത്തർക്കും അറിയാം. പ്രത്യേകിച്ച് ആ സംഘടന ഇത്തരത്തിലുള്ള ഒരു സംവാദം സംഘടിപ്പിക്കുമ്പോൾ വളരെയധികം ആശങ്കയോടും പല രീതിയിലാണ് വിദ്യാർത്ഥി പരിഷത്തും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും കാണുന്നത്. കൃത്യമായി അറിയാം SKSSF എന്താണെന്ന്. ഇന്ന് കേരളം ഭരിക്കുന്ന MLAമാരെയും MP മാരെയും ഉണ്ടാക്കുന്നതിന് പിന്നിൽ അതിനുള്ള സ്പിരിച്വൽ പവർ എന്താണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, SKSSF ആണ്. ഏതാണ് പ്രസ്ഥാനമെന്നോ ഏതാണെന്നോ ഞാൻ പറയുന്നില്ല. കൃത്യമായി ആത്മീയ ചൈതന്യമില്ലാത്ത ഒരു സംഘടനയ്ക്കും സമൂഹത്തിൽ നിലനിൽക്കാൻ സാധിക്കില്ല. ഈ ആത്മീയ ചൈതന്യം നിലനിൽക്കുന്ന, ആത്മീയതയിൽ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് ABVP. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒരുപാട് സമാനതകളുണ്ട്, സംശയം വേണ്ട. ഇന്ന് ഫാസിസത്തെക്കുറിച്ച് പറഞ്ഞു. ഞാനും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞാൻ വലിയൊരു ഫാസിസ്റ്റാണ്, അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ മുഴുവൻ ഫാസിസ്റ്റുകളാണ്. നമ്മൾ വലിയ വലിയ ഫാസിസത്തിന്റെ കഥകളൊക്കെ പറയുമ്പോൾ
നാം ജീവിക്കുന്ന കേരളത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കണം. ക്യാമ്പസ് വിങ് സംഘടിപ്പിക്കുമ്പോൾ കേരളത്തിലെ ക്യാമ്പസുകളിലെ ഇന്നത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മളെ MG യൂണിവേഴ്സിറ്റിയിലെ നമ്മുടെ SKSSFന്റെ പ്രതിനിധി പറഞ്ഞു. അതിനപ്പുറത്ത് കേരളത്തിന്റെ പൊതു സാഹചര്യത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു അധ്യാപകനെ പിഞ്ചു പൈതങ്ങളെ മുമ്പിലിട്ട് 51 വെട്ടുവെട്ടിയ ഫാസിസം, അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ പുറത്തുപോയപ്പോ ഒരു സഖാവിനെ 54 വെട്ടുവെട്ടിയ ഫാസിസം, അതിനപ്പുറത്ത് അരീൽ ഷുക്കൂർ എന്ന് പറയുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ IS ഭീകരർ പോലും നാണിക്കുന്ന തരത്തിൽ പാടത്ത് വെച്ച് 2 മണിക്കൂർ വിചാരണ ചെയ്ത ഫാസിസം. അങ്ങനെയുള്ള ഒരു ഫാസിസത്തിന്റെ വിളനിലമായ കേരളത്തിലാണ് നമ്മൾ ഈ ഫാസിസത്തെക്കുറിച്ച് ചിന്തിക്കാതെ, ഈ ഫാസിസത്തെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാതെ ഒരു പറ്റം കമ്മ്യൂണിസ്റ്റുകാരനും ഒരു പറ്റം നക്സലുകാരനും ഒരു പറ്റം ഇസ്ലാമിക തീവ്രവാദിയും ഉണ്ടാക്കിയെടുത്ത ഒരു ആശയ സംവാദം എന്നതിന് വിശേഷിപ്പിക്കാൻ സാധിക്കുള്ളൂ. കാരണം JNUവിൽ നടന്ന വിഷയവും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി നടന്ന വിഷയവും നമ്മൾ ഒന്ന് പരിശോധിക്കണം. സത്യസന്ധമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, രാജ്യവിരുദ്ധ പ്രവർത്തനം തന്നെയാണ്, രാജ്യദ്രോഹ പ്രവർത്തനം എന്നാണ്. ഇപ്പോ കനയ്യകുമാറിനെ വിപ്ലവകാരിയാക്കുന്നു. ഉമ്മർ ഖാലിദ്, ആരാ ഉമ്മർ ഖാലിദ്? ഉമ്മർ ഖാലിദിന്റെ പശ്ചാത്തലം പ്രത്യേകിച്ച് SKSSFകാരൻ പരിശോധിക്കണം. SQR ഇല്യാസ്, ആരാ SQR ഇല്യാസ്? വെൽഫെയർ പാർട്ടിയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റിന്റെ മകൻ. ഈ ജമായത്ത് ഇസ്ലാമിയുടെ ആശയങ്ങളുമായിട്ട് SKSSFകാരന് യോജിക്കാൻ സാധിക്കുമോ? സിമിയുമായിട്ട് SKSSFകാരന് യോജിക്കാൻ സാധിക്കുമോ? ഇസ്ലാമിക സമൂഹത്തിന് യോജിക്കാൻ സാധിക്കുമോ? തീവ്രമായി ഇന്ത്യയിൽ വിഭജനത്തെ വിത്തുപാകിക്കൊണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ പ്രത്യയശാസ്ത്രപരമായി കായികപരമായിട്ടല്ല, പ്രത്യയശാസ്ത്രമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ജമായത്ത് ഇസ്ലാമിയുടെ ഒരു വിഭാഗം, ഒരു 10-50 പേര്, അതുപോലെ തന്നെ നക്സൽ സ്വഭാവമുള്ള, ഇപ്പോ നമ്മുടെ ASFന്റെ ഓൾ ഇന്ത്യ സെക്രട്ടറി പറഞ്ഞു, ASFന് കൃത്യമായിട്ട് വലിയ സംഘടനാ സംവിധാനമൊന്നും അവിടെ ഇല്ല. കന്നയ്യകുമാർ കൃത്യമായിട്ട് അവിടെ നടന്ന ഒരു ഓളത്തില് എന്താ അവിടെ പറഞ്ഞത്? കന്നയ്യകുമാറിന്റെ പ്രചരണത്തിൽ പറഞ്ഞത് ഫ്രീ സെക്സ്, ലിവിംഗ് ടുഗദർ, ആത്മീയ സംഘടന എന്ന നിലയിൽ SKSSFകാരന് ഫ്രീ സെക്സ് എന്ന കൺസെപ്റ്റിനെ കുറിച്ച് അംഗീകരിക്കാൻ പറ്റുമോ? ലിവിംഗ് ടുഗദറിനെ കുറിച്ച് പറയുമോ? ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും പറയുന്നത്. കന്യാകുമാർ ഉമ്മർ ഖാലിദും ഒക്കെ ചെയ്തത് വലിയ വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങളാണെന്ന്. കൃത്യമായിട്ട് ഈ രാജ്യം, നമ്മൾ ഭാരതത്തെ കുറിച്ച് പറഞ്ഞു, ഒരുപാട് പറഞ്ഞു, ഇന്ദ്രനെ കുറിച്ച് പറഞ്ഞു. ഇന്ദ്രനെ ഞങ്ങളാരും അംഗീകരിക്കുന്നില്ല, അത് തെറ്റിദ്ധാരണയാണ്. ഇന്ദ്രൻ എന്ന് പറയുന്നത് എല്ലാ സമയത്തും തത്വശാസ്ത്രത്തിലും ഹൈന്ദവ പുരാണങ്ങളിൽ വില്ലന്റെ റോളിലേക്ക് പോയ ആളാണ്. എന്നെ പൂജിക്കണമെന്ന് പറഞ്ഞപ്പോഴാണല്ലോ കൃഷ്ണൻ പറഞ്ഞത്, എടാ ഇന്ദ്ര, നിന്നെയല്ല പൂജിക്കേണ്ടത്, നീ പർവ്വതത്തെയാണ് പൂജിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഗോവർദ്ധനത്തെ ഉയർത്തിക്കൊണ്ട് ഇന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയെ, അദ്ദേഹത്തിന്റെ അഹങ്കാരത്തെ, അതുകൊണ്ട് ഇന്ദ്രന് ഈ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഒരു ക്ഷേത്രമുള്ളതായിട്ട് കാണുന്നില്ല. അതുപോലെ തന്നെ ഈ മനുസ്മൃതി, സ്മൃതികളൊക്കെ നശിക്കാനുള്ളതാണ്. സ്മൃതി എന്ന് പറഞ്ഞാൽ അതത് കാലഘട്ടത്തിലുള്ളതാണ്. നിങ്ങൾ സംഘപരിവാരകാരന്റെ മേലെ കുതിര കയറാൻ വേണ്ടിയിട്ട് മനുസ്മൃതി പിന്തുടരുന്നവനാണെന്ന് പറയണ്ട. സ്മൃതികളൊക്കെ നശിക്കും, അതത് കാലഘട്ടത്തിന് വേണ്ടി രൂപപ്പെട്ടതാണ്. ശ്രുതികൾ മാത്രമേ നിലനിർത്തുക. ശ്രുതി വിഭാഗത്തിൽപ്പെട്ടതുണ്ട് പുരാണങ്ങള്, ഖുർആൻ, ബൈബിൾ, ഇതൊക്കെ ശ്രുതികളാണ്. ഇത് കാലഘട്ടത്തിൽ നിലനിൽക്കും. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരനും നക്സലുകാരനും ഒക്കെ ഈ രാജ്യത്തിലെ JNUവിലും ഹൈദരാബാദിലുമൊക്കെ അഫ്സൽ ഗുരുവിനും മഖ്ബൂൽ ഭട്ടിനും യാക്കൂബ് മേമനും വേണ്ടിയിട്ട് മുറവില കൂട്ടുക. ആരാണ് യാക്കൂബ് മേമൻ? ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായിട്ടുള്ള പാർലമെന്റ് ആക്രമിച്ച കേസിലെ പ്രതി. ഇദ്ദേഹത്തിനെ തൂക്കിക്കൊന്നത് RSSകാരനും സംഘപരിവാറുകാരനുമല്ല. ഈ ജനാധിപത്യ ഇന്ത്യൻ കോടതി 10 വർഷം വിചാരണ ചെയ്ത് കോടതി രാഷ്ട്രപതിക്ക് സമർപ്പിച്ച് രാഷ്ട്രപതി തള്ളിയതിന്റെ പേരിലാണ് യാക്കൂബ് മേമനെ വധിക്കുന്നത്. ഇപ്പോ നമ്മുടെ അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നത് ആരാ? കോൺഗ്രസ് ഗവൺമെന്റ് ആണ്. എവിടെയാണ് അസഹിഷ്ണുത തുടങ്ങിയത്? 2014 മെയ് 16 ഒരു ചായക്കടക്കാരന്റെ മകൻ, ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയ നാൾ മുതൽ തുടങ്ങിയതാണ് ഇവിടെ അസഹിഷ്ണുത. അതാണ് സത്യം. ആ സത്യത്തെ നിങ്ങൾ കണ്ടില്ല എന്ന് ധരിക്കരുത്. ചിന്തിക്കാൻ പറ്റുമോ SFIക്കാരന് ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ? ദളിതന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നവൻ ഒരു ദളിതനെ ഇവന്റെ പാർട്ടിയുടെ സെക്രട്ടറിയാക്കാൻ പറ്റുമോ?
ഇവിടുത്തെ കോൺഗ്രസുകാരന് പറ്റുമോ? ഇത് എല്ലാ കാലഘട്ടത്തിലും കുടുംബാധിപത്യത്തിൽ നിൽക്കുന്ന കോൺഗ്രസിൽ നിന്നും ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതിന്റെ സഹിഷ്ണുത പ്രകടിപ്പിക്കുകയാണ്. ഞാൻ പറയുന്ന SKSS പോലെയുള്ള ഒരു പ്രസ്ഥാനം ഈ വിഷയം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. നമ്മൾ മോഡറേറ്റ് പറഞ്ഞു, അല്ലെങ്കിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള അതേ സംവിധാനത്തിലേക്ക് കേരളം മാറി. ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണ്. ഇലക്ഷൻ സ്റ്റണ്ടിന് അപ്പുറത്തേക്ക് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരനെയും കോൺഗ്രസുകാരനും ഒന്നും ഒരിക്കലും ഇതിന്റെ യഥാർത്ഥ വശങ്ങളിലേക്ക് കടക്കാൻ സാധിക്കില്ല. കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഈ രാജ്യത്തിനോട് പ്രതിബദ്ധതയില്ലാത്തവനാണ്. SKSS എന്ന് പറയുന്ന പ്രസ്ഥാനം 1921 മലബാർ കലാപത്തിന്റെ ആ സാഹചര്യത്തിൽ ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടിയിട്ട് ഉണ്ടായിട്ടുള്ള സംവിധാനത്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണ് SKSS. കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാണ് ഈ രാജ്യത്തിനോട് കൂറുപുലർത്ത കമ്മ്യൂണിസ്റ്റുകാരൻ പറ്റുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ്. ഓഫ് എന്ന് പറഞ്ഞാൽ പുറത്ത്, റഷ്യയിൽ നിന്ന് ഇന്ത്യക്ക് വേണ്ടി ഉണ്ടായിട്ടുള്ള സാധനം. അങ്ങനെയുള്ള ആൾക്ക് ഈ രാജ്യത്തിനോട് പ്രതിബദ്ധത ഉണ്ടാവുമോ? അപ്പൊ 100-100 ആളുകൾ ഈ രാജ്യത്തിലെ ചില ക്യാമ്പസുകളിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നു. ഈ അസ്വസ്ഥതകളെ ഏറ്റെടുത്തുകൊണ്ട് ഇവൻ ചെയ്യുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറയുന്നു. അവസാനം ആവിഷ്കാര സ്വാതന്ത്ര്യം എവിടെ എത്തി നിന്നു? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ പോലും, മഹാനായ പ്രവാചകനെ പോലും അവഹേളിക്കുന്ന തരത്തിലെത്തിയിരിക്കുന്നു ഇവന്റെയൊക്കെ പ്രതിഷേധവും ആവിഷ്കാര സ്വാതന്ത്ര്യവും. നേരത്തെ പറഞ്ഞു, ഇവിടെ എല്ലാവർക്കും യഹോവ സാക്ഷികളെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ യഹോവ സാക്ഷികൾ നിശബ്ദരായി നിന്നോളൂ. നിങ്ങൾ എന്തിനാണ് ഇതിനെ അവഹേളിക്കുന്നത്? ദുർഗ എന്ന് പറയുന്നത് വേശി എന്നെന്തിനാണ് നിങ്ങൾ വിളിക്കുന്നത്? ഈ ഭാരതത്തെ ഞങ്ങൾ 100 കഷ്ണമാക്കി മാറ്റുമെന്ന് എന്തിനാണ് പറയുന്നത്? ഈ രാജ്യത്തിന്റെ ഓരോ മണ്ണിലും അഫ്സൽ ഗുർമാർ ജനിക്കുമെന്ന് എന്തിനാണ് നിങ്ങൾ പറയുന്നത്? അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ അവഹേളനത്തിന്റെ രാഷ്ട്രീയം തിരിച്ചറിയണം. പ്രബുദ്ധരായിട്ടുള്ള സമസ്ത കേരള സുന്നി ഫെഡറേഷന്റെ ആളുകൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഇടപെടുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരന് വോട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇസ്ലാമിക സമൂഹം മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരനുമായിട്ട് താരതമ്യം പ്രാപിച്ചാൽ ഇസ്ലാമിന്റെ അന്ത്യമാണ്. ഒരു സംശയം വേണ്ട. കമ്മ്യൂണിസവും ഇസ്ലാമും തമ്മിൽ ഒരിക്കലും യോജിച്ചു പോകാൻ സാധിക്കില്ല. സത്യസന്ധമായിട്ട് നിങ്ങൾ പരിശോധിച്ചു നോക്കുക. ഇസ്ലാമിക സമൂഹമുള്ള ഒരു സ്ഥലത്തും ഈ കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടാൽ പട്ടിയെ ആട്ടുന്നത് പോലെ ഓടിച്ചിട്ടടിക്കുന്ന സംവിധാനം. കാരണം എന്താണ്? മതവുമായിട്ട് ഇവനൊരിക്കലും യോജിച്ച് നിൽക്കാൻ പറ്റില്ല. ആത്മീയതയുമായിട്ട് ഇവനൊരിക്കലും യോജിച്ച് നിൽക്കാൻ പറ്റില്ല. മതവും ആത്മീയതയും തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്നാൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് പൂർണ്ണത ലഭിക്കുകയുള്ളൂ. കമ്മ്യൂണിസ്റ്റുകാരൻ രാജ്യദ്രോഹം പറയും, അതവന്റെ ബ്ലഡിലുള്ളതാണ്. ജമാഅത്ത് ഇസ്ലാമിക്കാരൻ രാജ്യദ്രോഹം പറയും, അതവന്റെ ലക്ഷ്യമാണ്. ഈ താളത്തിനൊത്തുകൊണ്ട് ഇവിടുത്തെ ബഹുസ്വരതയുള്ള ഈ സമൂഹം അതിന് പിറകെ പോയി കഴിഞ്ഞാൽ രാജ്യം വലിയൊരു അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും ലഡാക്ക് മുതൽ കട്ടക്ക് വരെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരും ഓടിറക്കി വന്നതൊന്നുമല്ല. ഇന്ത്യയിലെ ജനങ്ങള് തെരഞ്ഞെടുത്തവരാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകള്. ഇന്ത്യയുടെ ആത്മാവ്, ഇന്ത്യയുടെ ആത്മചൈതന്യം എന്ന് പറയുന്നത് ഹിന്ദു മതം തന്നെയാണ്. അത് സംസ്കാരമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. അത് മതമല്ല. ഈ സംസ്കാരത്തിന്റെ പിറകിലാണ് ഇവിടെ ഇസ്ലാം മതവും കമ്മ്യൂണിസവും പാഴ്സിയും ജൈനനും ഒക്കെ വളർന്നത്. ഈ കമ്മ്യൂണിസ്റ്റുകാരന് പോലും അതിനുള്ള പശ്ചാത്തലം ഒരുക്കിയത് ഇവിടുത്തെ ഹിന്ദുവിന്റെ മണ്ണാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നത് പോലെ ഞങ്ങളുണ്ടായതിന്റെ പേരിലാണ് ഇവിടുത്തെ മുസ്ലിം സമുദായം ബാങ്ക് വിളിക്കുന്നത്. ഇതും പ്രചരിപ്പിക്കുകയാണ്. ആണോ? നമ്മുടെ പൂർവികരായിട്ട് നമ്മൾ ഉണ്ടാക്കിയ സൗഹൃദത്തെ, പരമ്പരാഗതമായി നമ്മൾ ഉണ്ടാക്കിയ സൗഹൃദത്തെ RSSനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ ഞങ്ങൾ മാതൃഭൂമിയായിട്ടാണ് കരുതുന്നത്. ഒരു സംശയവും വേണ്ട. ഈ രാജ്യത്തിന്റെ ഓരോ തരി മണ്ണിനെയും ഞങ്ങൾ പവിത്രമായിട്ടാണ് കരുതുന്നത്. ഈ മണ്ണിന്റെ ഒരു തരി മണ്ണ് പോലും പുറത്തു പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഈ രാജ്യത്തിന്റെ ആത്മാവും ചൈതന്യം എന്ന് പറയുന്നത് ഹിന്ദുത്വമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഹിന്ദുത്വം എന്ന് പറഞ്ഞ മതം എന്ന അർത്ഥത്തിലല്ല, ഒരു സംസ്കാരം എന്ന അർത്ഥത്തിലാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംവാദങ്ങൾ സംഘടിപ്പിച്ച SKSSനും ആത്മീയ ചൈതന്യം, അതുപോലെ തന്നെ ഞാനൊരു കാര്യം കൂടി പറയാം. ഞാൻ ഒരു തമാശയാണെങ്കിൽ പോലും ഒരു SKSSകാരനാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയെന്ന് ചിന്തിക്കും. ഞാൻ മലപ്പുറം ജില്ലയിലാണ്, തിരൂരാണ്. ഞാൻ സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അന്നും ഒരു ആശയപരമായി നിങ്ങൾക്കിടയിൽ സംവാദമുണ്ട്, SKSSF SSF. അന്ന് എന്റെ ഒരു സുഹൃത്ത് മുനീർ, ഇവർ തമ്മിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പൊ മുനീർ എന്റെ സുഹൃത്താണ്. അപ്പൊ മുനീറിന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് ഞാൻ SKSF ആണ്.
എനിക്ക് SKSF എന്താണെന്ന് SSF എന്താ പറയുന്ന പ്രസ്ഥാനത്തിന് വലിയ പ്രസ്ഥാനം, ഏറ്റവും വലിയ പ്രസ്ഥാനം SKSF ഉദ്ദേശിച്ചിരുന്നു. ഇത്തരത്തിലുള്ള കേരളത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ആവശ്യ സ്വാതന്ത്ര്യവും ഇന്ത്യൻ സാഹചര്യം അത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കാലം ആവശ്യപ്പെടുന്ന ഒരു വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് SKSSFന്റെ നേതൃത്വത്തിൽ ഒരു സിമ്പോസിയം ഈ ഹാളിനകത്ത് ചേരുന്നു. ക്യാമ്പസ് ചിന്തകൾക്ക് കൈവിലങ്ങും. എനിക്ക് മുന്നേ സംസാരിച്ച എന്റെ പ്രിയ സുഹൃത്തുക്കളെല്ലാം ഈ വിഷയത്തെ പലതരത്തിൽ ചർച്ച ചെയ്യുകയുണ്ടായി. ആ വിഷയത്തിലേക്ക് JNUവും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ വിഷയങ്ങളും ഏറ്റവും ഒടുവിൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും നാട്ടുകാരനും MG യൂണിവേഴ്സിറ്റിയുടെ വിഷയവും ഇവിടെ ചർച്ചയ്ക്ക് കൊണ്ടുവരികയുണ്ടായി. നമ്മുടെ രാജ്യം ഒരു മഹത്തായ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു മഹാരാജ്യം തന്നെയാണ്. നാനാത്വത്തിൽ ഏകത്വമെന്ന് നാം ഏറെ അഭിമാനത്തോടെ ലോക ജനതയോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. വ്യത്യസ്തമായ വസ്ത്രരീതി, വ്യത്യസ്തമായ ഭാഷകൾ, വ്യത്യസ്തമായ ഭക്ഷണ സംസ്കാരം, വിവിധ ജാതി മതങ്ങൾ എല്ലാം ചേർന്നതാണ് ഈ മഹത്തായ രാജ്യം. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാലും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമെടുത്ത് പരിശോധിച്ചാലും ഒത്തൊരുമ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 1857 ഈ രാജ്യത്തെ ഏറ്റവും മഹത്തായ ഒരു സമരം നടന്നത്. ശിപായി ലഹള എന്ന് വിശേഷിപ്പിച്ച വെള്ളക്കാരൻ ആ സമരത്തിന്റെ തീവ്രതയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുവെങ്കിലും ഈ രാജ്യത്തിന്റെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഈ രാജ്യത്തെ ഹിന്ദുവും മുസൽമാനും സിഖുകാരനും പാഴ്സിയുമെല്ലാം ജന്മനാടിന് വേണ്ടി ഐതിഹാസിക പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ആ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ് വെള്ളക്കാരൻ ഈ രാജ്യത്തിന്റെ വിഭവങ്ങൾ യൂറോപ്പിലേക്കത്തേക്ക് കടത്തിക്കൊണ്ടുപോകാൻ ഭിന്നിപ്പിച്ചു ഭരിക്കൂ എന്ന് പറയുന്ന ആശയം നടപ്പിലാക്കുന്നത്. ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ച ഹിന്ദുവിനെയും മുസൽമാനെയും സിഖുകാരനെയും പാഴ്സിയെയും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വെള്ളക്കാരൻ വേർതിരിച്ചു. എന്നാലും പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തെ ജനത ഒറ്റക്കെട്ടായി പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. അങ്ങനെയാണ് 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഈ രാജ്യം നേടാൻ സാധിച്ചത്. എന്തുകൊണ്ട് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഈ രാജ്യം നേടിയെന്ന് ഞാൻ ഈ വേളയിൽ ഉൾപ്പെടെ പറഞ്ഞു വെക്കുന്നത്, എന്റെ പ്രസ്ഥാനം ഇന്നും ലോക ജനതയോട് പറയുന്നത് ഈ രാജ്യം ഇന്ന് നേടിയത് കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമാണ്. 1947 വരെ വെളുത്ത സായിപ്പന്മാരാണ് ഈ രാജ്യം ഭരിച്ചത് എങ്കിൽ 47 മുതൽ 2016 ഇന്ന് വരെയുള്ള കാലഘട്ടം കറുത്ത സായിപ്പന്മാർ ഭരിക്കുന്നു എന്ന വ്യത്യാസം മാത്രമാണ് ഈ രാജ്യത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കുറച്ച് സമയം 2 മിനിറ്റ് കൂടി അധികം എടുക്കും പറഞ്ഞത്. ബാലചന്ദ്ര ചുള്ളിക്കാട് ഒരു കവിതയിൽ രേഖപ്പെടുത്തി, വിശക്കുന്നവന് അപ്പമാണ് സ്വാതന്ത്ര്യം, കൂരയില്ലാത്തവന് കൂരയാണ് സ്വാതന്ത്ര്യം എന്നാണ്. വിശക്കുന്നവന്റെ പട്ടിണി മാറുമ്പോൾ, വീടില്ലാത്തവന് വീട് ലഭിക്കുമ്പോൾ, വിദ്യാഭ്യാസമില്ലാത്തവന് വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ, തൊഴിലില്ലാത്തവന് തൊഴിൽ ലഭിക്കുമ്പോൾ, ഞങ്ങളുടെ കുട്ടികൾ, സ്ത്രീകൾ അവർ സുരക്ഷിതരാകുമ്പോൾ അന്നാണ് ഒരു രാജ്യം സ്വാതന്ത്ര്യം നേടുന്നത് എന്ന് നാം മനസ്സിലാക്കിയത്. എന്നാൽ ഇന്ന് ഈ രാജ്യത്തിന്റെ പശ്ചാത്തലം എടുത്ത് പരിശോധിച്ചാൽ യഥാർത്ഥ സ്വാതന്ത്ര്യം നേടിയെന്ന് പറയാൻ വേണ്ടി പറ്റും. ക്യാമ്പസുകൾ, ഇവിടെ നാം ഉയർത്തിവെക്കുന്ന ഈ സംവാദത്തിന്റെ ചർച്ചകൾ തന്നെ ക്യാമ്പസുകളുടെ ചിന്തകൾക്ക് കൈവിലങ്ങ് എന്നുള്ളതാണ്. ഇവിടെ എന്റെ സുഹൃത്തുക്കൾ നിരവധിയായ കാര്യങ്ങൾ പറഞ്ഞു. എന്റെ തൊട്ടുമുന്നേ സംസാരിച്ച എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ക്യാമ്പസ് ചിന്തകൾക്ക് കൈവിലങ്ങോ എന്ന വിഷയത്തിൽ ആ സുഹൃത്ത് മറ്റു പലതിലേക്കുമാണ് കടന്നുപോയത്. ഒരു സിനിമയിൽ മുകേഷിനെ കമ്പിളി പുതപ്പിന് വേണ്ടി ഫോൺ വിളിച്ചപ്പോൾ 10 തവണ വിളിച്ചു കൂവിയിട്ടും കമ്പിളി പുതപ്പ് എന്ന് കേൾക്കാത്ത മറ്റു കാര്യങ്ങൾ മറുപടി പറയുന്ന ഒരു കഥാപാത്രത്തെ പോലെയാണ് എന്റെ മുന്നേ വന്ന് സംസാരിച്ച ഒരു സുഹൃത്ത്.
എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇവിടെ സംസാരിച്ചു. അസഹിഷ്ണുതയെക്കുറിച്ച് പറയുമ്പോൾ അത് മറ്റൊരു രീതിയിലേക്ക് വ്യാഖ്യാനിക്കുന്നു. ഞങ്ങളെല്ലാം കറകളഞ്ഞവർ, ഞങ്ങളെല്ലാം കൃത്യമായി ഇവിടെ എന്തുണ്ടായി. 16-ാം ലോക്സഭ സുബേഷ് സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ചവർ ASFന്റെ നേതാവ് സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, 16-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ രാജ്യം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നു. ഇവിടെ പറഞ്ഞു ഒരു ചായക്കടക്കാരൻ പ്രധാനമന്ത്രി ആയതാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ വിഷയം. ഒരു താഴ്ന്ന ജാതിക്കാരൻ ഞങ്ങൾ പ്രധാനമന്ത്രിയാക്കി. മെയിൻകാഫിൽ ഹിറ്റ്ലറും പറഞ്ഞു ഞാനൊരു ദരിദ്ര കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മെയിൻകാഫിൽ ഹിറ്റ്ലർ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് നരേന്ദ്രമോദിയും, അത് യാതൊരു സംശയവുമില്ല. ഈ രാജ്യത്തെ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിക്കാൻ നേതൃത്വം കൊടുക്കുന്ന ആരാ? അത് നരേന്ദ്രമോദിയും BJPയും RSSും സംഘപരിവാര ശക്തികളും തന്നെയാണ് മുഖ്യമായും എന്ന് പറഞ്ഞു വെക്കാതെ നമുക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല. മനുസ്മൃതി കാലഘട്ടപ്പെട്ടതാണ്, കാലഘട്ടത്തിന്റെ ആവശ്യമായി അന്ന് ഉയർന്നു വന്നതാണ്. അപ്പോൾ വിചാരധാരക്കനുസരിച്ചല്ല ഇവിടെ RSSകാരൻ പ്രവർത്തനം നടത്തുന്നത്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കണ്ണിൽ പൊടിയിട്ട് പോകാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് കമ്മ്യൂണിസമാണ് ഇതിന്റെ എല്ലാ പ്രശ്നങ്ങളും എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയാവുക? മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഈ നാടിനു വേണ്ടി പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അവരെങ്ങനെയാണ് രാജ്യദ്രോഹികളാകുന്നത്? ഇവിടെ വലിയ ചോദ്യമാണല്ലോ. രാജ്യദ്രോഹികൾ, രാജ്യസ്നേഹികൾ, ആരാണ് രാജ്യദ്രോഹികൾ? ഇവിടെ രാജ്യദ്രോഹികൾ കനയ്യകുമാർ എന്താണ് ക്യാമ്പസിൽ സംവാദങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. എന്താ JNU ക്യാമ്പസിൽ നടന്നത്? എന്താ പരിപാടിയുടെ പേരെന്താ? ദി കൺട്രി വിത്തൌട്ട് പോസ്റ്റ് ഓഫീസ്. എന്താ? കാശ്മീരി കവി ആകാ ഷാഹിദ് അലിയുടെ ഒരു കവിതയുടെ പേരാണ് ദി കൺട്രി വിത്തൌട്ട് പോസ്റ്റ് ഓഫീസ്. എന്താണ് അവിടെ ചർച്ച നടത്തിയത്? ആ കവിത എന്താണ് പറഞ്ഞത്? കാശ്മീരി ജനത അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അതാണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോയത്. അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷയും അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ആ സമരത്തെ ഞങ്ങൾ അനുകൂലിച്ചതുമില്ല, ഞങ്ങൾ പങ്കെടുത്തതുമില്ല. പക്ഷേ JNU പോലൊരു ക്യാമ്പസ്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം, ആ രാജ്യത്ത് ഏതാനും വിദ്യാർത്ഥികൾക്ക് ഏത് വിഷയത്തിൽ ചർച്ച ചെയ്യാനുള്ള അധികാരമില്ലേ? ജനാധിപത്യപരമായ അവകാശമില്ലേ? പൗരാകാശമില്ലേ? അതിന് നിങ്ങൾ എങ്ങനെ നേരിട്ടത്? ആ ക്യാമ്പസിനകത്ത് എന്താ പ്രശ്നം? തുടക്കം ABVP-കാരൻ കൈക്കരുത്തുകൊണ്ട് തടയാൻ വേണ്ടി പോയി. ഞങ്ങൾ ഉൾപ്പെടെ ആ സമരത്തിൽ ഇടപെട്ടു. ഞങ്ങൾ പറഞ്ഞു ചർച്ചയുടെ ഭാഗമായിട്ടൊന്നും ഞങ്ങൾ പങ്കെടുക്കുന്നില്ല. പക്ഷേ കൈക്കരുത്തുകൊണ്ട് ഈ സമരത്തെ ഇല്ലാതാക്കാൻ ആരെങ്കിലും കടന്നു വന്നുവെങ്കിൽ ഈ ജനാധിപത്യ രാജ്യത്ത് ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങനെയല്ലേ അവിടെ സമരം തുടങ്ങുന്നത്? എന്നിട്ട് ഇവിടെ മാന്യതയുടെ രൂപവുമായി വന്ന് ഞങ്ങളല്ല പ്രശ്നത്തിന് കാരണക്കാർ, അവർ തന്നെയാണ്, അവരാണ് രാജ്യദ്രോഹികൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് അംഗീകരിച്ച് പോകാൻ വേണ്ടി സാധിക്കുക? അതുപോലെ തന്നെ ഹൈദരാബാദിൽ അത് പറയുമ്പോൾ ഇവിടെ കേരളത്തിലെ ചില വിഷയങ്ങളാണ് പറഞ്ഞു വെക്കുന്നത്. ഇവിടെ എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തും പറഞ്ഞു MG യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ ഏകാധിപത്യ സ്വഭാവമുള്ള പ്രസ്ഥാനമൊന്നുമല്ല, ഞങ്ങൾ പ്രവർത്തിക്കുന്നിടങ്ങളിലെല്ലാം മറ്റു പ്രസ്ഥാനങ്ങൾ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ചില ആൾക്കാരുടെ പേര് എനിക്ക് മുന്നേ സംസാരിച്ച സുഹൃത്ത് പറഞ്ഞല്ലോ, KV സുധീഷിനെ അറിയോ നിങ്ങൾക്ക്? തൃശൂർ ജില്ലയിലെ തന്നെ ഫാസിലിനെ അറിയോ നിങ്ങൾക്ക്? തിരുവനന്തപുരത്തെ സജിൻ ഷാഹുലിനെ അറിയോ നിങ്ങൾക്ക്? ഞങ്ങളുടെ സഖാക്കളായിരുന്നു, ഞങ്ങളുടെ പ്രവർത്തകരായിരുന്നു, ഞങ്ങളുടെ സഹോദരന്മാരായിരുന്നു. ആരാ വെട്ടിനുറുക്കിക്കൊന്നത്? ഞാൻ അതിന്റെ കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് ഒരു മറുപടി എന്ന രീതിയിൽ മാത്രം പറഞ്ഞു വെച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്ത് ക്യാമ്പസ് ചിന്തകൾക്ക് വിലങ്ങ് വെക്കുന്നുവെങ്കിൽ അത് വർഗീയ ഫാസിസ്റ്റുകൾ തന്നെയാണ്. JNUവിൽ കണ്ടതും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നാം കണ്ടതും അതുതന്നെയാണ്. കേരളത്തിലെ ക്യാമ്പസുകളെ പിടിച്ചെടുക്കാൻ അവർ കടന്നുവരുന്നത് ഏറ്റവും ജാഗ്രതയോടെ നാം കാണേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. മതേതര രാജ്യത്തെ ഏറ്റവും ശക്തമായി മുന്നോട്ട് കൊണ്ടുവരാൻ ഇവിടെ ദളിത് സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു, അതുകൂടി പറഞ്ഞു വെച്ചിട്ട് ഞാൻ മറുപടി എന്ന രീതിയിലല്ല, ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ ചില കാര്യങ്ങൾ വന്നതുകൊണ്ട് മറുപടി എന്ന രീതിയിൽ മാത്രം. ദളിത് സ്നേഹം എന്താ? ദളിത് സ്നേഹം ബീഫ് കഴിച്ചെന്നാരോപിച്ച് ദാദ്രിയിൽ മധ്യവയസ്കനെ തല്ലിക്കൊല്ല നേതൃത്വം കൊടുക്കുന്നതാണോ ദളിത് സ്നേഹം? ഹരിയാനയിൽ തങ്ങളുടെ ജാതിയേത് മതമേത് ലിംഗമേതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത പ്രായത്തിലുള്ള 2 പിഞ്ചു കുഞ്ഞുങ്ങൾ മണ്ണെണ്ണ വെച്ച് ചുട്ടുകരിച്ചു കൊന്നു. RSS എന്തിനാ ചുട്ടുകരിച്ചു കൊന്നത്? ദളിതരായി എന്ന ഒറ്റ കാരണം കൊണ്ട്. അതാണോ ദളിത് സ്നേഹം? അതേ ഹരിയാനയിൽ തന്നെയാണ് സവർണന്റെ വീട്ടിലെ പ്രാവിനെ മോഷ്ടിച്ചു. ആരെയാണ് തല്ലിക്കൊന്നത്? തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന 15 വയസ്സുകാരനായ ദളിത് ബാലൻ. ആരാ തല്ലിക്കൊന്നത്? മരക്കൊമ്പിൽ കെട്ടിത്തൂക്കി. ആരാ കൊന്നത്? RSSകാരൻ. ഞങ്ങളാരെങ്കിലും ആണ് പോയി വെടിവെച്ചു കൊന്നത്? RSSകാരൻ, സംഘപരിവാര ശക്തികൾ. എന്നിട്ട് അവർ ഇവിടെ രാജ്യസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു. അവർ രാജ്യസ്നേഹികൾ. എന്താ? നേരത്തെ ഇവിടെ സന്ദീപ് സംസാരിച്ചതുപോലെ നമ്മുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെയെ പൂവിട്ട് പൂജിക്കുന്നവർ രാജ്യസ്നേഹികൾ. 1925 ഈ രാജ്യത്ത് പ്രവർത്തനം ആരംഭിച്ച RSS ഈ രാജ്യത്തെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സിഖുകാരനും ഈ നാടിന്റെ ജന്മസ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഈ ജന്മനാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നേതൃത്വം കൊടുത്തു. അന്ന് വെള്ളക്കാരന് ഒറ്റുകൊടുത്ത പാരമ്പര്യ പ്രസ്ഥാനം ഇന്ന് രാജ്യസ്നേഹികളായി വെള്ളക്കുപ്പായമിട്ട് നമ്മുടെ ഇടയിൽ കടന്നു വരുന്നു. അവിടെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നമ്മുടെ ക്യാമ്പസുകൾ ആരാണ് കൈവിലങ്ങിടുന്നത്?
ആ കൈവിലങ്ങിടുന്നവർക്കെതിരായ ഏറ്റവും ശക്തമായ പോരാട്ടങ്ങൾ നമുക്ക് ഏറ്റെടുക്കണം. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലെ ഭൂരിപക്ഷം ക്യാമ്പസുകളിലും ഏറ്റവും ശക്തമായ വിദ്യാർത്ഥി പ്രസ്ഥാനമായി ഞങ്ങൾ ഇടപെടുന്നുണ്ട്. യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ഞങ്ങളെ തെരഞ്ഞെടുക്കുന്നു. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ഞങ്ങളെ തെരഞ്ഞെടുക്കുന്നു. സ്കൂളുകളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ഞങ്ങളെ തെരഞ്ഞെടുക്കുന്നു. ഞങ്ങൾ ആരെയും ആക്രമിക്കാനോ അടിച്ചൊതുക്കാനോ ഈ കാലം വരെയും വന്നിട്ടില്ല. എന്റെ സുഹൃത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ അത് സത്യസന്ധമാണോ എന്ന് പരിശോധിക്കാൻ എനിക്കേതായാലും മനസ്സുണ്ട്. സഹിഷ്ണുതയുടെ രൂപത്തിൽ ആ സുഹൃത്തെ എന്റെ നാട്ടുകാരൻ കൂടിയായി ഉപയോഗിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ പരിശോധിക്കാം. പക്ഷേ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായി ഇന്ന് വരെ എന്റെ പ്രസ്ഥാനം SFI ഈ കേരളത്തിൽ എവിടെയും പ്രവർത്തിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, ക്യാമ്പസ് ചിന്തകൾക്ക് കൈവിലങ്ങിടുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായ ഇടപെടൽ, ഈ നാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ. ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരു മതവും ആരെയും കൊല്ലാനും ആരെയും ഇല്ലാതാക്കാനും ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ല. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് ക്രിസ്തുമതം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഇസ്ലാം മതവും ഈ ലോകത്തോട് പ്രവാചകൻ പറഞ്ഞു, നീ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുകയും നിന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുകയും ചെയ്താൽ നീ ഈ മതക്കാരനല്ല, നീ ഞങ്ങളിൽ പെടുന്നവനല്ല എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ മഹത്തായ മതമാണ് ഇസ്ലാം മതം. ലോക സമത്വ സുഖനോഭവന്തു, ലോകത്തിലെ സർവ്വചരാചരങ്ങൾക്ക്, ലോകത്തിലെ എല്ലാ ഹിന്ദുക്കൾക്കും സുഖം ലഭിക്കട്ടെ എന്നല്ല ഹിന്ദുമതം പറഞ്ഞത്, സർവ്വചരാചരങ്ങൾക്ക് സുഖം ലഭിക്കട്ടെ എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ മതമാണ് ഹിന്ദുമതം. ആരെയും ദ്രോഹിക്കരുത്, ആരെയും വേദനിപ്പിക്കരുത് എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ മതങ്ങളാണ് ബുദ്ധമതവും ജൈനമതവും. പ്രിയപ്പെട്ടവരെ, ഈ നാടിന് വേണ്ടത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിൽ തള്ളലുകളല്ല, മാനുഷ്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മനുഷ്യസ്നേഹം ഉയർത്തിപ്പിടിക്കാൻ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി A. അയ്യപ്പൻ തന്റെ കവിതയിൽ എഴുതി വെച്ച അത്താഴം എന്ന് പറയുന്ന കവിതയിൽ കാർ അപകടത്തിൽപ്പെട്ട് മരിച്ച വഴിയാത്രക്കാരന്റെ ചോരയിൽ ചവിട്ടിയ ആൾക്കൂട്ടം നിൽക്കെ മരിച്ചവന്റെ പോക്കറ്റിൽ നിന്ന് പറന്ന 5 രൂപ നോട്ടിലായിരുന്നു എന്റെ കണ്ണുകണ്ണാണ്. ഒരാൾ അപകടത്തിൽപ്പെട്ട് കടന്നാൽ അയാളുടെ പോക്കറ്റിലെ കാശിൽ മാത്രം കണ്ണു നട്ടുന്നവരായി ഈ നാട്ടിലെ പ്രിയപ്പെട്ടവരെ നാമെല്ലാം മാറുന്നുണ്ടോ എന്ന പരിശോധന. എന്റെ വീടിനകത്ത് മാത്രം ഒതുങ്ങിക്കൂടിയാൽ മതി, അയൽക്കാരന്റെ ഒരു പ്രയാസവും അറിയേണ്ടതില്ല എന്ന് പറഞ്ഞ ചിന്തയിലേക്ക് ഞാൻ കടന്നു പോകുമ്പോൾ എന്റെ അയൽക്കാരന്റെ ജാതി ഏത്, മതമേത് എന്ന് ചിന്തിക്കാനല്ല, റോഡരികിൽ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന മനുഷ്യന്റെ ജാതി ഏത്, മതമേത് എന്ന് ചിന്തിക്കാനല്ല, അതിനെല്ലാം ഉപരി മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹിന്ദുവെന്നും മുസൽമാനും ക്രിസ്ത്യാനിയും സിഖുകാരനുമെല്ലാം അവരെല്ലാം മനുഷ്യരാണ് എന്ന ഉറച്ച മൂല്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ, അതേ രീതിയിൽ സൗഹൃദങ്ങൾ പൂക്കുന്ന, സർഗാത്മകൾ പൂക്കുന്ന ക്യാമ്പസുകളെ നമുക്ക് മുന്നോട്ട് പോകാൻ, ക്യാമ്പസിലെ ചിന്തകൾ ലോകത്തിലെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ എപ്പോഴും ലോകത്തിലെ പല മാറ്റങ്ങൾക്കും വിധേയമാക്കിയത് ക്യാമ്പസിലെ ചിന്തകളാണ് എന്ന് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാനുഷിക മൂല്യങ്ങളോടെ സഹോദര്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ക്യാമ്പസുകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒറ്റക്കെട്ടായിട്ടുള്ള പോരാട്ടം അതിന് നമുക്ക് സാധിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ച് കടമിനിട്ട പറഞ്ഞു, കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണ് വേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കുന്ന ഒരു ഉൾക്കണ്ണ് വേണം, അണയാത്ത കണ്ണ്. ഉൾക്കണ്ണുകളോടെ, അണയാത്ത കണ്ണുകളോടെ ഈ നാടിന് വേണ്ടിയുള്ള പോരാട്ടം, ജാതിയും മതത്തിനും അതീതമായി മാനുഷിക മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ഒറ്റക്കെട്ടായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞു ഈ ചടങ്ങിലേക്ക് എന്നെ വിളിച്ചതിന്റെ ഭാരവാഹികൾക്കുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളെവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അഭിവാദ്യം. അടുത്തതായി നമ്മോട് സംസാരിക്കാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നുള്ള യദുകൃഷ്ണൻ ക്ഷണിക്കുന്നു. ആദരണീയനായ വേദിയുടെ അധ്യക്ഷൻ അബ്ദുല്ലാഹി ലക്ഷദ്വീപ്, ഈ ഒരു മഹനീയ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച മതപണ്ഡിതൻ ഓണംപുള്ളി മുഹമ്മദ് വൈസി, വേദിയിലും സദസ്സിലും ഉപശിഷ്ടരായിരിക്കുന്ന SKSSFന്റെ നല്ല ആശയം പേറുന്ന സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെയധികം ആശങ്കയോടുകൂടി തന്നെയാണ് ഈ ഒരു ചെറിയ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ കിട്ടുന്ന ഈ ഒരു അവസരത്തെ ഞാൻ നോക്കിക്കാണുന്നത്. ഇങ്ങനെയൊരു ചർച്ച ഉയർന്നു വന്ന പശ്ചാത്തലമാണ് ആ ഒരു ആശങ്കയ്ക്ക് കാരണം. ഇത്തരത്തിലൊരു ചർച്ച ഇവിടെ സംഘടിപ്പിക്കുന്നതിലേക്ക് നിങ്ങളെ നയിച്ചത് ചെന്നൈ IITയിൽ അംബേദ്കർ സംഘടനാ നിരോധനവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രക്ഷോഭങ്ങളും, തുടർന്ന് ഹൈദരാബാദിൽ രോഹിത് വെമുല എന്ന് പറയുന്ന ഒരു ദളിത് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുടെ രക്തസാക്ഷിത്വവും, അതുപോലെ തന്നെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലപ്പത്തേക്ക് ഗജേന്ദ്ര ചൌഹാന്റെ കടന്നുവരവും, അലിഗഡിന്റെ ഗോഡ്സെയുടെ ക്ഷേത്രം
ാണ് നമ്മൾ എതിർക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു ചെറിയ വചനങ്ങളോടുള്ള ചെറിയ പ്രതിഷേധം മാത്രമാണ് ഇപ്പൊ പറഞ്ഞത്. അതുപോലെ തന്നെ പറയുണ്ടായി, കോൺഗ്രസിന്റെ ഭരണകൂടത്തിലേക്ക് ഇതുവരെയും ഒരു ദളിതനായിട്ടൊരാൾ കടന്നു വന്നിട്ടില്ല എന്ന്. 1962 ഭരണമൊന്ന് നിങ്ങളടുത്ത് പരിശോധിക്കണമെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് ആഗ്രഹിക്കുകയാണ്. വളരെയധികം ആശങ്കയോടുകൂടി ഈ ഒരു സദസ്സിനെ സംസാരിക്കുന്ന കാലഘട്ടത്തിൽ മതേതരത്വ രാജ്യമെന്നും ജനാധിപത്യ രാജ്യമെന്നും നാം അഹങ്കാരത്തോടെയും അഭിമാനത്തോടും കൂടി പറഞ്ഞിരുന്ന, ഭരണഘടനാപരമായി തന്നെ ജനാധിപത്യ മതേതരത്വ സർവാധിപത്യ സോഷ്യലിസ്റ്റ് രാഷ്ട്രമെന്ന് നാം എഴുതി വച്ചിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ ശരിക്കും ഭരണഘടനാ നിർമ്മിതമായ അടിസ്ഥാന തത്വങ്ങളെ തന്നെ പുനഃപരിശോധിക്കേണ്ടി വരുന്ന കാലഘട്ടത്തിലാണ് ഇത്തരം ചർച്ചകൾക്ക് പ്രസക്തിയേറിക്കൊണ്ടിരിക്കുന്നത്. ഭൗതിക സംവാദങ്ങൾ ഇതുപോലെ തന്നെ ഉയർന്നു വരുമ്പോൾ അതിനെതിരെ അസഹിഷ്ണുതയുടെ സമര പോരാട്ടങ്ങളുമായി ABVP-കാരൻ കടന്നു വരുന്നില്ല എന്ന് സമ്മതിക്കാനായി അദ്ദേഹത്തിന് സാധിക്കുകയില്ല. നാം ഏത് മതത്തിൽ വിശ്വസിക്കണം, നാം ആർക്കൊപ്പം ശയിക്കണം, നാം എന്ത് ഭക്ഷണം കഴിക്കണം, നാം എന്ത് എഴുതണം, നാം എന്ത് ചിന്തിക്കണമെന്നെല്ലാം സംഘത് പരിവാർ ശക്തികൾ അജണ്ടയിട്ടുകൊണ്ട് നിയന്ത്രിക്കുന്ന കാലഘട്ടത്തിലാണ് അതിനെതിരായിട്ടുള്ള സമര പോരാട്ടങ്ങളായി രോഹിത് വെമുലമാരും കനയ്യകുമാർമാരും എല്ലാം ഉയർന്നു വരുന്നത്. കനയ്യകുമാറിനെ അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. അദ്ദേഹം ഉയർത്തിയ രാഷ്ട്രീയത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനാണ് ഈ ഒരു സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നത്. വീണ്ടും കനയ്യകുമാർമാർ ഉയർന്നു വരിക തന്നെ ചെയ്യും. തേരാ നാം കൻഹയ്യ, മേരാ നാം കൻഹയ്യ എന്ന് ഭാരതത്തിലെയും കേരളത്തിലെയും അടക്കമുള്ള വിദ്യാർത്ഥി സമൂഹം ഏറ്റുവിളിക്കുക തന്നെ ചെയ്യും. സംഘത് പരിവാറിന്റെ പരീക്ഷണശാലകളാക്കാനുള്ള ക്യാമ്പസുകളെ സംഘത് പരിവാറിന്റെ പരീക്ഷണശാലകളാക്കാനുള്ള നയത്തിനെതിരെയാണ് ഇത്തരം കലാലയങ്ങളിൽ നിന്നും ക്യാമ്പസുകളിൽ നിന്നെല്ലാം പ്രതിഷേധത്തിന്റെ ശബ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ശബ്ദങ്ങളെയാണ് ചിലരെ ഉപയോഗിച്ചുകൊണ്ട് നുണപ്രചരണങ്ങളിലൂടെ മാറ്റിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഹിറ്റ്ലർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഗീബൽസ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. 100 നുണ ഒരു പറഞ്ഞ് ആവർത്തിച്ചു കഴിഞ്ഞാൽ ആ 100 നുണ സത്യമായി മാറുമെന്ന ഗീബൽസിയൻ തത്വം തന്നെയാണ് ഇന്ന് RSSഉം സംഘത് പരിവാർ ശക്തികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ നുണപ്രചരണങ്ങൾ നടത്തുന്നു, അവർ ചരിത്രം വളച്ചൊടിക്കുന്നു. ആ ചരിത്രം വളച്ചൊടിക്കലിനെതിരെയാണ് ഇത്തരത്തിലുള്ള പോരാട്ടങ്ങളും അതുപോലെ തന്നെയുള്ള സംവാദങ്ങളും നേരിടേണ്ടി വരുന്നത്. ഗീബൽസിന് തുല്യമായി മാധ്യമവേശികളായി അർണബ് ഗോസ്വാമിമാരെ പോലെ വരുമ്പോഴാണ് ആ ഒരു ചരിത്രം പൂർണ്ണതയിലേക്ക് എത്തുന്നത്. നമ്മൾ ഹിറ്റ്ലറിനെ കുറിച്ച് സംസാരിക്കും, നമ്മൾ മുസോളിനിയെ കുറിച്ച് സംസാരിക്കും, ഞങ്ങൾ നരേന്ദ്രമോദിയെ കുറിച്ച് സംസാരിക്കും, മഹാത്മാഗാന്ധിയെ കുറിച്ച് സംസാരിക്കും. ഞാൻ എന്ത് സംസാരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല എന്ന് പറയാനുള്ള ആർജവമാണ് വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്നുണ്ടാവേണ്ടത്. അല്ലെങ്കിൽ കൽബുർഗി മാൽ ആവർത്തിക്കപ്പെടും, അല്ലെങ്കിൽ ഗോവിന്ദ് പൻസാരമാർ വീണ്ടും പിടഞ്ഞു വീഴും. ഗോഡ്സേക്ക് മഹാത്മാഗാന്ധി പിടഞ്ഞു വീണതുപോലെ മറ്റനേകം പേരുകൾ പിടഞ്ഞു വീണുകൊണ്ടേയിരിക്കും. പെരുമാൾ മുരുകന്മാർ എഴുത്തു നിർത്തേണ്ടി വരും. അത്തരം ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ കലാലയങ്ങളെയും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളെയും എല്ലാം മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് ദേശദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് കനയ്യകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. സെക്ഷൻ 124A പ്രകാരം ദേശദ്രോഹ കുറ്റം ചുമത്തിയെന്ന് കനയ്യകുമാറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പണ്ട് 1922 ബാലഗംഗാധര തിലകനെയും മഹാത്മാഗാന്ധിയെയും ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ കാലഘട്ടത്തിൽ ഈ ഒരു വകുപ്പ് ചുമത്തി തന്നെയായിരുന്നു ജയിലിൽ അടച്ചതെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കണം. അന്ന് മഹാത്മാഗാന്ധി പറഞ്ഞൊരു വചനമുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാർ ഇപ്പോൾ പൗരസ്വാതന്ത്ര്യം അടിച്ചൊതുക്കാൻ ഇന്ത്യൻ ശിക്ഷാ നയങ്ങളിൽ ചേർക്കപ്പെട്ട രാഷ്ട്രീയ വകുപ്പുകളിലെ രാജകുമാരനാണ് ദേശദ്രോഹ കുറ്റമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചരിത്രം പഠിച്ചുകൊണ്ട് മറുപടി കൊടുക്കാൻ സാധിക്കണം. ചരിത്രം പഠിച്ചുകൊണ്ട് യഥാർത്ഥ ചരിത്രത്തെ വിദ്യാർത്ഥി സമൂഹങ്ങളിലേക്ക് എത്തിക്കുവാൻ SKSSF-നൊപ്പം കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഒരു പ്രവർത്തനം എന്ന നിലയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെ പ്രതിനിധിക്കുന്ന ഒരാളെന്ന നിലയിലും SKSS പ്രവർത്തകർക്കൊപ്പം ഉണ്ടാകുമെന്ന് പറയാൻ ഈ ഒരു അവസ്ഥയിൽ പറയുകയാണ്. നമ്മൾ പാണക്കാട് മുഹമ്മദ് നിശിഹാബ്ദങ്ങളും അതുപോലെ തന്നെയുള്ള ഇസ്ലാമിക മതബന്ധന്മാരും കാട്ടിത്തന്നിരിക്കുന്ന പാതയിലൂടെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ പല പല സാമുദായിക സംഘടനകൾ കടന്നു വരുമ്പോഴും ഇന്നുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും ഒരുപോലെയുള്ള നേതാക്കന്മാർ മതസംഘടനകളിലായ പോലും കുറവാണ് എന്നുള്ളതാണ്. പറയുന്ന വാക്കുകൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ SKSS ഉയർത്തുന്ന മതസൗഹാർദ്ദപരമായ പരിപാടികളിൽ പ്രോഗ്രാമുകളിൽ എല്ലാവിധ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് ഈ ഒരു സദസ്സിലേക്ക് എന്നെ ക്ഷണിച്ച SKSSF-ന്റെ സംഘാടകർക്ക് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്.
അടുത്തതായി നമ്മോട് സംസാരിക്കാൻ IYC സ്റ്റേറ്റ് സെക്രട്ടറി സിദ്ദീഖ് പന്താവൂർ അവർ പ്രിയപ്പെട്ട ഈ വർത്തമാനകാല പ്രസക്തമായ വിഷയത്തെ അതിക്രമിച്ചുവിടെ നടത്തുന്ന ഈ സിംപോസിയത്തിൽ ഇതിന് നേതൃത്വം നൽകി വരുന്ന പ്രിയപ്പെട്ട SKSFന്റെയും അതിന്റെ ക്യാമ്പസ് വിങ്ങിന്റെയും ഭാരവാഹികൾ, ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള കേരളത്തിലെ പ്രബുദ്ധരായ പ്രമുഖ വിദ്യാർത്ഥി സംഘടനയുടെയും മറ്റും നേതാക്കന്മാരെ, ഈ സംവാദത്തെ, ഈ സിംപോസിയത്തെ അർത്ഥവത്താക്കാൻ, ആശയസമ്പുഷ്ടമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ ക്യാമ്പസ് ചിന്തകൾക്ക് കൈവിലങ്ങോ എന്ന വളരെ കാലിക പ്രസക്തിയുള്ള വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ്, സംവാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ കോണുകളിൽ ഈ വിഷയത്തെ അധികരിച്ച് സംസാരിക്കാൻ പ്രാപ്തരായ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ അവരുടെ വീക്ഷണകോണുകൾ ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞു. സത്യത്തിൽ അവരുടെ സംഘടനകളുടെ എല്ലാവരുടെയും സ്വാർത്ഥമായ ചിന്തകൾക്കകത്തു നിന്നുകൊണ്ട് ഈ വിഷയത്തെ കാണുന്നതിനപ്പുറം ഈ ഒരു ചർച്ചയ്ക്ക് ഒരു ഐക്യപ്പെടൽ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു വരുന്നത്. ഇവിടെ പ്രിയപ്പെട്ട പ്രിന്റോ സൂചിപ്പിച്ചതുപോലെ ഒരു ചായക്കടക്കാരന്റെ കൈകളിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴുണ്ടായ ഒരു അസഹിഷ്ണുതയിൽ നിന്ന് ഉയർന്നു വന്നതല്ല ഇത്. ഒരു ചായക്കടക്കാരൻ എന്ന നരേന്ദ്രമോദി രാജ്യത്തെ നിയന്ത്രിക്കാൻ, നേതൃത്വം നൽകാനുള്ള അവസരം ലഭിച്ചതുവഴി രാജ്യത്ത് നടത്തുന്ന ഭരണകൂട ഭീകരതയുടെ ഇരകളായിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരന്തത്തെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. അസഹിഷ്ണുത ഇതിനു മുമ്പ് ഒരുപാടിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പ്രിയപ്പെട്ട SFIയുടെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ കലാലയങ്ങൾക്കകത്ത്, അതല്ലെങ്കിൽ MG യൂണിവേഴ്സിറ്റിയിൽ ഒരു സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ കലാലയങ്ങൾക്കകത്ത് എന്നും അസഹിഷ്ണുതയുടെ ഇരകളായ ഒരുപാട് വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ കഴിയും. MG യൂണിവേഴ്സിറ്റിയിലെ തിരുവനന്തപുരത്തെ MG ക്യാമ്പസിനകത്ത് ഒരു കാലഘട്ടത്ത് ABVPക്കാരന്റെ അസഹിഷ്ണുതയ്ക്കിരയായ ഒരുപാട് വിദ്യാർത്ഥി നേതാക്കന്മാരെ നമുക്ക് കാണാൻ കഴിയും. തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ കേരള സർവകലാശാലക്കകത്ത് ഇന്നും അസഹിഷ്ണുതയ്ക്കിരയായിക്കൊണ്ടിരിക്കുന്ന ആ കലാലയത്തിനകത്ത്, യൂണിവേഴ്സിറ്റിക്കകത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുടെ തിക്താനുഭവങ്ങൾ ഇന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് അസഹിഷ്ണുത എന്ന് പറയുന്നത് രാജ്യം ആദ്യം കേൾക്കാൻ തുടങ്ങിയ ഒരു സംഭവമല്ല, ഒരു വിഷയമല്ല. പക്ഷേ രാജ്യത്ത് അസഹിഷ്ണുത എന്നൊരു ഭരണകൂട തണലിൽ വളർന്നു വരുന്നു എന്നുള്ളതാണ് രാജ്യത്തിന്റെ ദുഃഖകരമായ വസ്തുത. രാജ്യത്തിന്റെ അസഹിഷ്ണുതക്ക്, രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുത ശക്തികൾക്ക് രാജ്യത്തെ പ്രയോഗവൽക്കരിക്കാൻ രാജ്യത്തിന്റെ അധികാര സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്ന ദുഃഖകരമായ ഒരു സാഹചര്യമാണ് രാജ്യത്ത് നിലനിന്നു വരുന്നത്. അതുകൊണ്ട് ഈ ദുഃഖകരമായ സാഹചര്യത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ഒരുപക്ഷേ കഴിഞ്ഞകാല വിദ്യാർത്ഥി അനുഭവങ്ങളിൽ നിന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇടപെടലുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും മനസ്സിനകത്ത് സന്തോഷം നൽകപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ തുഗ്ലക് റോഡിലെ രാഹുൽ ഗാന്ധിയുടെ വസതിയിലെത്തി കനയ്യകുമാർ നടത്തിയ ചർച്ചയാണ്. കനയ്യകുമാർ രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ വച്ച ആശയം, ഇതിനെ എതിർത്തു തോൽപ്പിക്കാൻ ഒരു കനയ്യകുമാർ മാത്രം തീരുമാനിച്ചാൽ സാധ്യമാകില്ല. അതല്ലെങ്കിൽ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഈ അസഹിഷ്ണുത പ്രതിഭാസത്തെ പ്രതിരോധിക്കാൻ രാജ്യത്തിനകത്ത് കനയ്യകുമാർ ഉൾപ്പെടുന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് മാത്രം സാധ്യമാകില്ല. അതുകൊണ്ട് തോളൊരുമി ചിന്തിക്കാൻ, അതല്ലെങ്കിൽ തോളൊരുമി പ്രവർത്തിക്കാൻ രാജ്യത്ത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ സാധ്യമാകണമെന്ന് രാജ്യത്തെ തീവ്ര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പോലും പറയുമ്പോൾ രാജ്യത്തെ ഈ അസഹിഷ്ണുതയെ, ഈ അസഹിഷ്ണുതാ ശക്തിയെ എതിർത്തു തോൽപ്പിക്കാൻ കേരളത്തിൽ ഉൾപ്പെടെ SKSSF ഉൾപ്പെടെയുള്ള മതസംഘടനകൾക്കും അതിന്റേതായ പങ്കുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ, നാം കലാലയ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ കേവലം 4 ചുമരുകൾക്കകത്ത് പഠിക്കാനും പഠിപ്പിക്കാനും നിയോഗിക്കപ്പെട്ട ഒരു പറ്റം വിദ്യാർത്ഥികൾ മാത്രമല്ല നാം. രാജ്യത്തിന്റെ ഗതിവിഗതികളെ, ചരിത്രത്തെ നിർണ്ണയിക്കാൻ കഴിയുന്ന ശക്തമായ ഇടപെടലുകൾ രാജ്യത്തിന്റെ കലാലയങ്ങൾക്കകത്തു നിന്നുകൊണ്ട്, രാജ്യത്തിന്റെ സർവകലാശാലകൾക്കകത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കലാലയത്തിന്റെ അനുഭവങ്ങളിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു സംവേദന വേദിയായി നമുക്ക് ഈ ചർച്ചയെ മാറ്റണം. EMS ലോക ചരിത്രത്തിൽ ഇടം പിടിക്കപ്പെട്ട ഒരു വിദ്യാർത്ഥി സമരത്തിന് നേതൃത്വം നൽകിയത് അദ്ദേഹം കേരളത്തിലെ തൃശൂർ ജില്ലയിലെ സെന്റ് തോമസ് കോളേജിൽ ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോഴായിരുന്നുവെങ്കിൽ
മഹാനായ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് തന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധിയുടെ വാക്ക് കേട്ടുകൊണ്ട് വിദ്യാർത്ഥികളും കലാലയങ്ങൾ വിട്ടുകൊണ്ട് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യത്തൊരു പ്രഖ്യാപനം നടത്തിയപ്പോൾ ആ പ്രഖ്യാപനം ശിരസാ വഹിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സ്വതന്ത്ര സമര ഭൂമിയിലേക്ക് കടന്നുവന്നുവെങ്കിൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ നമ്മൾ അനിവാര്യമായ ഒരു കാലഘട്ടത്തിൽ ഈ വർത്തമാന കലാ സമൂഹം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ ഒത്തുചേരേണ്ട ഒരുമിച്ചു ചേരേണ്ട അനിവാര്യത ബോധ്യപ്പെടുന്ന ഈ സമയത്ത് നമ്മുടെ ചിന്തകളെ അതല്ലെങ്കിൽ നമ്മുടെ സംഘടനകളെന്ന മറ്റു സങ്കുചിതമായ ചിന്തകൾക്കകത്ത് തളച്ചിടാതെ രാജ്യത്തെ അസഹിഷ്ണുതയെ എതിർത്തു തോൽപ്പിക്കാൻ ചെറുത്തു തോൽപ്പിക്കാൻ രാജ്യത്ത് ഫാസിസ്റ്റ് ശക്തികൾ അത് ഭൂരിപക്ഷ ഫാസിസമാകട്ടെ അത് ന്യൂനപക്ഷ ഫാസിസമാകട്ടെ ഏത് ഫാസിസുകളെയും അതേ ഫാസിസത്തിന്റെ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുക സാധ്യമാകുകയില്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിന് വിശാലമായ ജനാധിപത്യ ബോധമുണ്ടാവുക എന്ന് മാത്രമാണ് നമുക്ക് സാധ്യമാകുന്ന കാര്യമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ കാലഘട്ടത്തിന്റെ ചുവരെടുത്ത് മനസ്സിലാക്കിക്കൊണ്ട് രാജ്യത്ത് ഇതിനെതിരായി ഒരു ഐക്യപ്പെടൽ രാഷ്ട്രീയ മതിലുകൾക്കപ്പുറത്ത് രൂപപ്പെട്ടു വരുന്ന ഈ കാലഘട്ടത്തിൽ എന്തിനേറെ പറയുന്നു സമീപകാലത്ത് ബീഹാർ തെരഞ്ഞെടുപ്പ് വരെ അതിനൊരു തെരഞ്ഞെടുപ്പ് ചരിത്രമായി ഒരു ഇലക്ഷൻ ട്രെൻഡായി നമ്മുടെ മുമ്പിൽ നിലനിൽക്കുമ്പോൾ അത്തരത്തിൽ ഒരൈക്യപ്പെടാനുള്ള വേദി രൂപീകരിക്കപ്പെടാൻ ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് കാരണമാകും. അതിന് ഇന്നും പിന്തിരിപ്പൻ സമീപനങ്ങൾ സ്വീകരിച്ച ചരിത്രമാണ് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് എന്ന് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ചിത്രം മാത്രം പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. എങ്കിലും ദീർഘവീക്ഷണത്തോടുകൂടി ഈ കാലഘട്ടത്തിന്റെ വെള്ളിയാളം ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പാടാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കണം. ആ സാധിക്കാനുള്ള ഒരു ചർച്ച ഈ സാഹിത്യ അക്കാദമി എന്ന തൃശൂരിന്റെ പവിത്രമായ മണ്ണിൽ ഈ വൈലോപ്പള്ളി ഹാളിൽ നിന്ന് തുടക്കം കുറിച്ച ക്യാമ്പസ് വിങ്ങിന്റെ പ്രവർത്തകന്മാരെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നമുക്ക് ദേശീയതയിലേക്ക് തിരിച്ചുവരൽ മാത്രമാണ് സാധ്യമായ കാര്യം. ഇതിനെ പ്രതിരോധിക്കാൻ എന്ത് പ്രതിവിധിയുണ്ട് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ കഴിയുന്നത് രാജ്യത്തിന്റെ ദേശീയതയിലേക്ക് തിരിച്ചുവരിക എന്നുള്ളതാണ്. അതിന് രാജ്യത്തെ ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടൽ അനിവാര്യമാണ് എന്ന് ചിന്ത നിങ്ങളുടെ സരണികളിൽ നിങ്ങളുടെ സ്ഥിരകളിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് അർത്ഥതലത്തിലും പ്രാവർത്തിക തലത്തിലും ആദർശത്തെ കൈവിടാതെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ SKSFന്റെ പ്രവർത്തകന്മാർ അതിനെ പ്രയോഗവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അവരുടെ സങ്കുചിതമായ ചിന്തകൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു വിശാലമായ കാഴ്ചപ്പാടോടുകൂടി ഒരുപറ്റം വിദ്യാർത്ഥികളെയും ആ വിദ്യാർത്ഥി നേതാക്കന്മാരെയും അവരുടെ ആശയങ്ങളെയും പങ്കുവെക്കാൻ ഇത്തരത്തിലുള്ള വേദി സംഘടിപ്പിക്കുകയും ആ വേദിയിൽ ഒരു പങ്കാളിയാകാൻ ഒരു യുവജന സംഘടനയുടെ പ്രതിനിധി എന്ന നിലയിൽ അംഗമാകാൻ ഭാഗ്യം ലഭിച്ചതിൽ അതിന് പ്രത്യേകം ഈ ക്യാമ്പസ് വിങ്ങിന്റെ പ്രവർത്തകരോട് സംഘാടകരോട് കടപ്പെട്ടതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി നമ്മോട് സംസാരിക്കാൻ MSF സ്റ്റേറ്റ് കൺവീനർ ഇസ്ഹാഖ് ആറ്റൂരിനെ ക്ഷണിക്കുന്നു. ആദരണീയനായ അധ്യക്ഷൻ അബ്ദുള്ള ലക്ഷദ്വീപ് ഈ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ച കോണമ്പള്ളി മുഹമ്മദ് ഫൈസി, രാജ്യം വളരെ ഖേദകരമായിട്ടുള്ള ദുഃഖകരമായ വർത്തമാനങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പസുകളിൽ അരാജകത്വത്തിന്റെ വിത്തുകൾ മുളക്കാൻ കാരണമാകുന്ന തരത്തിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് സവിത ഗാന്ധി വളരെ ഖേദകരമായിട്ടുള്ള രൂപത്തിൽ നടക്കുമ്പോൾ അതിനൊക്കെ ഉള്ള സാഹചര്യത്തിൽ SKSFന്റെ ക്യാമ്പസ് വിങ് ഇങ്ങനൊരു സിംഫോസിസം എന്ന രൂപത്തിൽ വളരെ അഭിനന്ദനാർഹമാണ്. ഈ പരിപാടിയിൽ MSFന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുസ്തഫ തങ്ങളാണ് പങ്കെടുക്കേണ്ടത്. എന്നാൽ അദ്ദേഹത്തിന് അതിന് കഴിയാത്തതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചതാണ്. ഇത്തരം പരിപാടികൾ ഒരു കൂട്ടായ്മ വിദ്യാർത്ഥി സംഘടനകളിലൊക്കെ ഒരു കൂട്ടായ്മയായിട്ടുള്ള ഒരു ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇതിന്റെ കഴിഞ്ഞു പോയവരൊക്കെ വളരെ വിനീതമായിട്ട് പ്രസംഗിച്ചുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അതിലേക്ക് കടക്കുന്നില്ല. എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.
അടുത്തതായി നമ്മോട് സംസാരിക്കാൻ ജയനുവിലെ പൂർവ്വ വിദ്യാർത്ഥിയും 8 വർഷത്തോളം അവിടെ പഠിച്ച് PhD പൂർത്തിയാക്കിയ ബഹുമാനപ്പെട്ട സുബൈർ ഉദവി ഉസ്താദിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇവിടെയുള്ള എല്ലാവർക്കും ഭാവുകങ്ങൾ. വളരെ പ്രധാനപ്പെട്ട ക്യാമ്പസിലെ ചിന്തകൾക്ക് കൂച്ചുവിലങ്ങിടുന്നതിനെ കുറിച്ച് ആണ് ഇവിടുത്തെ ചിന്തകൾ, സംസാരങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ പലപ്പോഴും എല്ലാവർക്കും നല്ല ആശയങ്ങളുണ്ട്, അല്ലെങ്കിൽ പുറത്ത് അവതരിപ്പിക്കുന്ന ആശയങ്ങൾ വളരെ ക്യാച്ചിങ് ആകാൻ ശ്രമിക്കുകയും ഉള്ളിലൂടെ വളരെ മോശമായ രീതിയിൽ പ്രായോഗികമായ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്നു എന്ന് വേണം അവതരണങ്ങളിൽ അവരവരുടെ ഭാഗങ്ങളെ ന്യായീകരിക്കുകയും മറുഭാഗങ്ങളെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയെ നോക്കിക്കാണാൻ. സത്യത്തിൽ ക്യാമ്പസിലെ ഒരു ചിന്തക്ക്, ക്യാമ്പസുകളിലെ ചിന്ത കാണണം. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ കനയ്യകുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജെന്യു ഫാക്കൽറ്റി മെമ്പേഴ്സ് ആദ്യമായി പ്രതികരിച്ചത് ഏറി വന്നാൽ ദേശദ്രോഹം എന്ന് പറയാതെ വിദ്യാർത്ഥികളുടെ ഒരു അച്ചടക്ക ലംഘനം ആണ്, അല്ല ചിന്താപരമായ ഒരു കുഴപ്പമാണ് എന്ന് മാത്രമേ അതിനെ കാണാവൂ എന്ന രീതിയിൽ അവർ പ്രതികരിക്കുകയുണ്ടായി. അതാ ഒരാൾ ഒരു കാര്യത്തെക്കുറിച്ചും വിഷയങ്ങൾ അവതരിപ്പിക്കുകയും അവരുടെ വീക്ഷണങ്ങൾ, ഒരു വീക്ഷണം രൂപപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവർ ശരിയാകാം, തെറ്റാകാം, അവർക്ക് ശരി സംഭവിക്കാം, തെറ്റു സംഭവിക്കാം. ഇസ്ലാമിക ജൂറിസ്പ്രുഡൻഷ്യൽ ഫിഖ് എന്ന് പറയുന്ന നിയമശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന വീക്ഷണമുണ്ട്. നിങ്ങളൊരു കാര്യം അന്വേഷിക്കുക, നിങ്ങളൊരു കാര്യം അന്വേഷിച്ച് ഗവേഷണം നടത്തി നിങ്ങൾക്ക് അതിൽ ശരി ലഭിച്ചാൽ നിങ്ങൾക്ക് 2 പ്രതിഫലം, നിങ്ങൾക്ക് അതിൽ തെറ്റാണ് ലഭിച്ചതെങ്കിൽ നിങ്ങൾക്കൊരു പ്രതിഫലം എന്ന രീതിയിൽ ഒരു ജൂറിസ്പ്രുഡൻഷ്യൽ ഒരു ലോ എന്ന് തന്നെ പറയുന്നുണ്ട്. പക്ഷെ അന്വേഷിക്കുക എന്നാണ് പറയുന്നത്. കലാലയങ്ങൾ ആ ഒരു സ്വാതന്ത്ര്യം നൽകണം എന്ന് പറയുന്നതാണ് സത്യത്തിൽ ഇവിടെയുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വാദം. കലാലയങ്ങളിൽ ചിന്തകൾക്ക് കൂച്ചുവിലങ്ങിടപ്പെടരുത്. കാരണം അതിനെ ഒരു നിലയിൽ സമീപിക്കുമ്പോൾ ലോകത്ത് എല്ലാവിധ ചിന്തകളും, ഏതു തരത്തിലുള്ള പുരോഗമനാത്മകമായ പ്രവർത്തനങ്ങളും, അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള പ്രവർത്തനങ്ങളും എല്ലാം കടന്നു വരുന്നത് കലാലയങ്ങളിൽ നിന്നാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗൂഗിൾ ആണെങ്കിലും അങ്ങനെ തുടങ്ങി ഏത് പ്രൊഡക്ഷൻ ആണെങ്കിലും കലാലയങ്ങളിൽ, നാടുവാട് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ യേൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഓക്സ്ഫോർഡിൽ നിന്നോ കാംബ്രിഡ്ജിൽ നിന്നോ കഴിഞ്ഞൊരു നൂറ്റാണ്ടിലെ ബെസ്റ്റ് ബുക്സ് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ, ചിന്താപരമായി സമൂഹത്തെ സ്വാധീനിച്ച ഏറ്റവും നല്ല പുസ്തകങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കലാലയങ്ങളിൽ നിന്നാണ് വരുന്നത്. അപ്പൊ എന്തുകൊണ്ട് കലാലയങ്ങൾ അങ്ങനത്തെ ഒരു ചിന്തയെ പ്രേരിപ്പിക്കുന്നു? അവിടെയാണ് ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ആ ഒരു തലത്തിൽ നെഹ്റുവിയൻ ചിന്തയുടെ ഭാഗമായി ആ ഒരു തലത്തിൽ യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടത്. സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ മുഴുവൻ എടുത്തു പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന, ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന, ഗൗരവമായ തരത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സത്യമുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ മിക്കവാറും ഈ രാജ്യത്തെ ഡിസഡ്വാൻറ്റേജ്ഡ് ആയ, അധസ്ഥിതരായ, പിന്നാക്കക്കാരായ ആളുകൾക്ക് കടന്നുവരാൻ വഴിയൊരുക്കുകയും അത്തരം ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുന്ന, അത്തരം ആളുകളുടെ നവോത്ഥാനത്തെയും ഉന്നമനത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ഫാക്കൽറ്റികൾക്ക് അവർക്ക് അവസരം നൽകുകയും ചെയ്യുന്ന കലാലയങ്ങൾ. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ 60% വിദ്യാർത്ഥികൾ പാവപ്പെട്ടവരാണ്, പിന്നാക്കക്കാരിൽ പിന്നാക്കക്കാരാണ്, ദളിതരാണ്, മൈനോറിറ്റീസ് ആണ്, പലതരത്തിൽ ഡിഫറന്റ്ലി ഏബിൾഡ് ആയ ആളുകളാണ്. നിങ്ങൾക്ക് ഇന്ത്യയിൽ അത്രയും അന്ധവിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കലാലയവും ഇന്ത്യയിൽ കാണാൻ സാധിക്കൂല. അത്രയും അംഗവൈകല്യമുള്ള കുട്ടികൾ പഠിക്കുന്ന, കൈകാലുകളില്ലാത്ത, കണ്ണു കാണാത്ത, ചെവി കേൾക്കാത്ത അത്രയും കുട്ടികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസും നിങ്ങൾക്ക് ഇന്ത്യയിൽ കാണാൻ സാധിക്കൂല. അതാണ് അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ആ വിദ്യാർത്ഥികൾ, നമുക്കറിയാം, നവാസ് നിസാർ സമർക്കന്ദിൽ, തൃശൂരിൽ സമർക്കന്ദിൽ വന്ന് പ്രസംഗിച്ച് നമ്മോട് വിട പറഞ്ഞു പോയ നവാസ് നിസാർ ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് ജെഎൻയു. അവർക്ക് പഠിക്കാൻ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ജെഎൻയുവിൽ പഠിക്കുമ്പോൾ പലപ്പോഴും ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന പല വിദ്യാർത്ഥികളുടെയും നാടുകളിൽ പോകുമ്പോൾ അവർ ഒന്ന് ലാട്രിനിൽ, കക്കൂസിൽ കൊണ്ടുപോകാൻ അടുത്ത ഗ്രാമത്തിലെ
ഒരു ഭേദപ്പെട്ട വീട്ടിലേക്ക് കൊണ്ടുപോകും, ബാക്കിയുള്ളവർക്ക് വെളിക്കിരിക്കുന്നവൻ. എന്നാലും അവൻ JNU പോലത്തെ ഒരു ക്യാമ്പസിലെത്തി. ഇന്ത്യയിൽ IIM-നോ IIT-ക്കോ സ്വപ്നം കാണാൻ കഴിയാത്തൊരു സംഗതിയാണ്. എന്നിട്ട് മാത്രമല്ല 60% അവിടുത്തെ പ്രൊഡക്ട്സ് പോകുന്നത് IIM-ലെ വിദ്യാർത്ഥികൾ, IIT-ലെ വിദ്യാർത്ഥികൾ, ഇന്ത്യയിലെ സോക്കാൾഡ് എലീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എലീറ്റ് വിദ്യാർത്ഥികൾ മുഴുവനും ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും നല്ല മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോകുമ്പോ ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേഷൻ മേഖലയിലേക്ക്, ഇന്ത്യയിലെ റിസർച്ച് മേഖലയിലേക്ക്, മീഡിയ മേഖലയിലേക്കൊക്കെ കടന്നു വരുന്നു ഇത്തരം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ. അവർ പാവപ്പെട്ടവരെ കുറിച്ച് ആലോചിക്കുന്നു, അവർ ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. എന്തുകൊണ്ടാണ്? അവിടെയാണ് ഒരു വിഷയത്തിന്റെ അടിസ്ഥാനമുള്ളത്. ഇന്ത്യയിൽ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫാഷിസ്റ്റ്, അതൊരു ചായക്കടക്കാരന്റെ അധികാരലബ്ധിയിലെതിരെയുള്ള ഒരു അസഹിഷ്ണുത മാത്രമായിട്ട് കാണരുത്. അത് ദീർഘനാളത്തെ ഒരു നിരന്തരമായ ഒരു ശ്രമത്തിന്റെ, ഫാസിസ്റ്റ് വൽക്കരണത്തിന്റെ, നിശബ്ദമാക്കുന്നതിന്റെ, ഫ്രീഡം ഓഫ് സൈലൻസ് എന്ന് പറയുന്നത് നിശബ്ദമായിരിക്കാനും സ്വാതന്ത്ര്യമുണ്ടെന്നാണ്. ഞങ്ങൾ നിങ്ങളെ ഏതു തരത്തിലും ആക്രമിക്കുമ്പോൾ നിങ്ങൾ നിശബ്ദമായിരിക്കണം എന്ന് പറയുന്നതല്ല. ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരാൻ ഓരോ ഭാഗത്തും ഫാസിസ്റ്റുകൾ നോക്കുകയാണ്. ക്രമേണ നൂറ്റാണ്ടുകളോ പതിറ്റാണ്ടുകളോ കാത്തിരുന്ന് ഒരു പ്രദേശത്തെ മുഴുവനും കീഴടക്കി, ആധിപത്യപരമായി കീഴടക്കി, തങ്ങൾ ഉദ്ഘോഷിക്കുന്നത് മാത്രം പറയാൻ പറ്റാവുന്ന ഒരു അവസ്ഥയാക്കി തീർക്കുവാനുള്ള ഒരു ദീർഘകാലത്തെ ഒരു വളരെ പ്ലാൻഡായ ഒരു പ്രക്രിയ നടക്കുമ്പോൾ എവിടെയാണ് ഇനി മാറ്റാൻ ഉള്ളത് എന്ന് അന്വേഷിക്കുമ്പോൾ സ്വന്തം ഡിഗ്രി പറയാൻ, സ്വന്തം വിദ്യാഭ്യാസ യോഗ്യത പറയാൻ അറിയാത്ത അല്ലെങ്കിൽ കഴിയാത്ത ഒരു HRD മിനിസ്റ്ററും ഒരു പ്രധാനമന്ത്രിയും ഇരിക്കുന്ന ഒരു രാജ്യത്ത് മിക്കവാറും ആളുകൾ എന്തു സംസാരിക്കണമെന്ന് പോലും അറിയാത്ത ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അപമാനമാണ് പല എംപിമാരും പല മന്ത്രിമാരും സംസാരിക്കുന്നത്. അങ്ങനത്തെ ഒരു വിഭാഗം ആളുകൾക്ക് കാണാൻ കഴിയുന്നത് തങ്ങളുടെ ഈ രീതിയിലുള്ള ഒരു ഫാഷിസ്റ്റ് വൽക്കരണത്തെ അല്ലെങ്കിൽ കാവ്യവൽക്കരണത്തെ തടുത്തു നിർത്തുന്നത് ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്. ചിന്തിക്കാൻ, ആലോചിക്കാൻ, ഡിസെൻഡ് ചെയ്യാൻ. ഇവിടെ കനയ്യകുമാറിനെ കുറിച്ച് പറഞ്ഞു. കനയ്യകുമാർ ഫ്രീ സെക്സിനും ഇങ്ങനെ റിഡക്ഷനിസ്റ്റ് ആവുകളെ മിക്കവാറും കാര്യങ്ങളെ ഒന്ന് നിങ്ങൾ ദേശദ്രോഹം ഉണ്ടായോ ഇല്ലയോ എന്ന് ചർച്ച ചെയ്യാൻ അവസരം നൽകുന്നതിനപ്പുറം ദേശദ്രോഹം ഉണ്ടായി എന്ന് പറഞ്ഞ് അതിന്റെ പുറത്തുള്ള ചർച്ചയാണ് ബാക്കി നടക്കുന്നത്. അതേപോലെയാണ് ഇവിടെ ഫ്രീ സെക്സിനെ കുറിച്ചും ലിവിംഗ് ടുഗദറിനെ കുറിച്ചുമൊക്കെ പറയുന്നത്. ലിവിംഗ് ടുഗദറിനെ കുറിച്ചോ ഫ്രീ സെക്സിനെ കുറിച്ചോ ഉള്ള വിഷയങ്ങളല്ല സത്യത്തിൽ കനയ്യകുമാർ ഇവിടെ ഉയർത്തിയത്. ലിവിംഗ് ടുഗദറിന് വേണ്ടി ഒരാൾക്ക് വാദമുന്നയിക്കാമെങ്കിൽ, ലിവിംഗ് ടുഗദറിന്റെ പ്രോസ് ആൻഡ് കോൺസ് ചർച്ച ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പോലത്തെ, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പോലത്തെ ഒരു ക്യാമ്പസിൽ അവസരമുണ്ടെന്നാണ്. അഫ്സൽ ഗുരുവിനെ പോലത്തെ ഒരാളെ തൂക്കിക്കൊന്നാൽ, യാക്കൂബ് മോഹനെ പോലത്തെ ഒരാളെ തൂക്കിക്കൊന്നാൽ ആ തൂക്കിക്കൊന്നത് ശരിയായോ ഇല്ലയോ, അത് നിയമപരമായ പ്രസിഡൻസ് മുഴുവനും പാലിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായി അവലോകനം ചെയ്യാൻ ചിന്താപരമായി മികച്ചു നിൽക്കുന്ന ഒരു കലാലയമല്ലാതെ പിന്നെ എവിടെ നിന്നാണ് സാധ്യമാവുക? ഭരണകൂടത്തിലിരിക്കുന്ന ആളുകൾക്ക് നടപ്പിലാക്കാവുന്നത് മുഴുവനും കൃത്യമായി എല്ലാം പറഞ്ഞ് ഞങ്ങൾ വി അഗ്രി വിത്ത് ദാറ്റ് എന്ന് പറഞ്ഞ് അംഗീകരിക്കുന്ന ഒരു അവസ്ഥ സംജാതമായാൽ ഉള്ളൊരവസ്ഥ ആലോചിച്ച് നോക്കൂ. എന്നും ദലിതനായും പിന്നാക്കക്കാരനായും ജീവിക്കുകയും ഇവിടെ അധികാരം കൈയാളുന്ന വളരെ ന്യൂനപക്ഷം എന്നും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുകയും മറ്റുള്ളവർക്ക് എന്നും പാവപ്പെട്ടവന് കഞ്ഞി കുമ്പിളിൽ തന്നെ കിട്ടുന്ന അവസ്ഥ നിലനിൽക്കുകയും ചെയ്യും. അവിടെയാണ് ചിന്തക്ക് വിലങ്ങിടരുത് എന്ന് പറയുന്ന, വിലങ്ങിടപ്പെടുന്നുണ്ടോ? തീർച്ചയായും വിലങ്ങിടപ്പെടുന്ന സാഹചര്യം വരുന്നു. അഡ്മിഷൻ നിയന്ത്രിക്കപ്പെടാൻ പോവുകയാണ്. പാവപ്പെട്ട കുട്ടികളെ പലപ്പോഴും ആകർഷിച്ചിരുന്നത് വളരെ തുച്ഛമായി കിട്ടിയിരുന്ന MA പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് കിട്ടുന്ന 1200 അല്ലെങ്കിൽ 750 സ്കോളർഷിപ്പ് കൊടുക്കുന്നു. ആ സ്കോളർഷിപ്പ് ഉപയോഗിച്ച് പഠിക്കാൻ പാവപ്പെട്ട കുട്ടികൾ കടന്നു വരുന്നു. അവിടെ കൃത്യമായി തടയിടപ്പെടുന്ന സാഹചര്യമുണ്ട്. അത്തരം കുട്ടികൾ വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പറയും. നാഗാലാൻഡിൽ, മണിപ്പൂരിൽ, കശ്മീരിൽ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലെ ഗ്രാമങ്ങളിൽ, ഒറീസയിലെ ഗ്രാമങ്ങളിൽ, UP-യിലെയും ഹൈദരാബാദ്, ആന്ധ്രാപ്രദേശിലെയും ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും ഒക്കെ ഗ്രാമങ്ങളിൽ പാവപ്പെട്ട ദളിതർ അനുഭവിക്കുന്ന, പലപ്പോഴും രൺവീർ സിംഗ് പോലത്തെ ദളിത് വിരുദ്ധ സമീപനങ്ങൾ നടത്തുന്ന ആളുകളുടെ
ക്രൂരമായ അക്രമങ്ങളുടെ അടിച്ചമർത്തലിൽ നിന്ന് മോചനം നേടി വന്ന് വരുമ്പോ തനിക്ക് മാത്രം രക്ഷപ്പെടണമെന്നല്ല കനയ്യകുമാറിനെ പോലത്തെ ആളുകൾ പറയുക, ഈ സമൂഹത്തെ മുഴുവൻ രക്ഷിക്കണം. അവിടെ ഒരു സ്വതന്ത്രമായ ഒരു ചിന്താപരമായ ഒരു അവസ്ഥ നൽകണം എന്നതാണ് ഈ ഒരു സെമിനാർ ഉദ്ഘോഷിക്കുന്നത്. ഇവിടെ ആ രീതിയിൽ ചർച്ച ചെയ്യുമ്പോൾ പരസ്പരം കണക്കുകൾ സ്കോർ ചെയ്യാനുള്ള, നിങ്ങൾ ഞങ്ങളുടെ ആളുകൾ ആക്രമിച്ചു, അവർ ഞങ്ങൾ നിങ്ങളുടെ ആളുകളെയും വകവരുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നതിനപ്പുറം ഉള്ള ആ ഒരു സ്വതന്ത്ര ചിന്തയെക്കുറിച്ച് മാത്രമാണ്, ചിന്തയെക്കുറിച്ചാണ് കൃത്യമായും ആലോചിക്കേണ്ടത്. കേരളത്തിലെ ക്യാമ്പസുകൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി മാത്രമല്ല, അവിടെയാണ് കേരളത്തിന്റെ ക്യാമ്പസുകൾ കുത്തകയാക്കി വെച്ചിരുന്ന ചില വിദ്യാർത്ഥി സംഘടനകൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് എന്ന് വേണം കരുതാൻ. അത് ഒരുപക്ഷെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ ചെയ്ത ഏറ്റവും വലിയ ഒരു അപരാധമായിരിക്കാം. കേവലം ഒരു മതവിരോധം എന്നുള്ള രീതിയിലല്ല, ചിന്താവിരോധം തന്നെ എവിടെയോ വന്നുപോയി. കേരളത്തിലെ പോലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഒരു രാഷ്ട്രീയ സമീപനം എന്ന രീതിയിൽ കാണുന്നതിന് പകരം വകവരുത്താനും ആധിപത്യം സ്ഥാപിക്കാനുമുള്ള ഒരു സമീപനം എന്ന രീതിയിൽ കാണുന്നത് കൊണ്ടാണ് കേരളത്തിലെ കലാലയങ്ങളിൽ ചിന്തകൾ വരാത്തത്, പുസ്തകങ്ങൾ വരാത്തത്, ആലോചനകൾ നടക്കാത്തത്, നല്ല സെമിനാറുകൾ നടക്കാത്തത്, നല്ല ഈ രാജ്യത്തിന് ആവശ്യമായ നല്ല പ്രോജക്റ്റുകൾ പുറത്തു വരാത്തത്. വിദേശ രാജ്യങ്ങൾ എല്ലാ ഡെവലപ്ഡ് രാജ്യങ്ങൾക്കും ആവശ്യമായ ഡെവലപ്മെന്റ് പ്രോജക്ട്സുകൾ കൊടുക്കുന്നത് ആ രാജ്യത്തെ കലാലയങ്ങളാണ്, ക്യാമ്പസുകളാണ്. അത്തരം ക്യാമ്പസുകൾ കേരളത്തിലെ ഒരു ക്യാമ്പസുകളിൽ നിന്നൊരിക്കലും എപ്പോഴാണ് നല്ല ചിന്തകൾ വന്നത്? എവിടെ നിന്നാണ് നല്ല ഗ്രന്ഥങ്ങൾ വന്നത്? എവിടെ നിന്നാണ് നല്ല ആലോചനകൾ വന്നത്? ഇത്രയും ഇങ്ങനെ ലോകത്തെ ഏറ്റവും അത്ഭുതപ്പെടുന്ന ഇത്ര നല്ല പെർ ക്യാപിറ്റ ഇൻകം ഉണ്ടായിട്ട് ഒരു രീതിയിൽ ആലോചിച്ച് നോക്കുമ്പോൾ ജനങ്ങളുടെ ജീവിത ആവാസ വ്യവസ്ഥകളെ ഏറ്റവും ഒരു ബാലൻസിങ്ങുമില്ലാത്ത രീതിയിൽ മാറ്റിമറിക്കുന്ന ഒരു സാമൂഹിക ജീവിതം നയിക്കുന്ന ഒരു സിറ്റിസൺഷിപ്പാണല്ലോ കേരളത്തിലുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ക്യാമ്പസുകൾ ചിന്തിക്കേണ്ട, ചിന്തകൾ നൽകേണ്ട, ആലോചനകൾ നൽകേണ്ട. നമ്മൾ ആലോചിക്കുന്ന രീതിയിലുള്ള ഒരു ഹൗസിംഗ് സിസ്റ്റം പോലും കേരളത്തിലില്ല. നമ്മൾ ആലോചിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം കേരളത്തിലില്ല. ഒരു പ്രൊഡക്ഷൻ സിസ്റ്റമില്ല, ഒരു അഗ്രികൾച്ചറൽ സിസ്റ്റമില്ല. എവിടെ നിന്നാണ് വരേണ്ടത്? വിവിധ വിഷയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ ആലോചനകൾ അൺബ്രിഡിൽഡ് ആയ തോട്ട്സ് കൊണ്ടുവരാൻ കഴിയണം. അതിന് ക്യാമ്പസുകൾക്ക് സമയമില്ല. വകവരുത്തുന്ന രാഷ്ട്രീയമാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ വരുന്നത്. അവിടെയാണ് പുനർവിചിന്തനങ്ങളുടെ JNU പോലത്തെ ഒരു SCU പോലത്തെ ഒരു ക്യാമ്പസ് മാതൃകയാണുള്ളത്. അവിടെ കനയ്യകുമാർ AISFകാരനാണ്. അദ്ദേഹം ജയിലിലാകുമ്പോ വൈസ് പ്രസിഡന്റായ ഷെഹല റാഷിദ് ഏറ്റെടുക്കുന്നത് ഷെഹല റാഷിദ് ഐസക്കാരിയാണ്. എക്സ്ട്രീം ലെഫ്റ്റിസ്റ്റ് ഓർഗനൈസേഷനാണ്. JNU പോലത്തെ ഒരു ക്യാമ്പസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 50% ഫ്ലോട്ടിംഗ് വോട്ടാണ്. ഒരിക്കലും കംപ്ലീറ്റ്ലി ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗമല്ല. പക്ഷെ അവിടെ വളർന്നു വരുന്ന ഒരു ക്യാമ്പസ് രാഷ്ട്രീയം ദേശീയ തലത്തിൽ, സാർവദേശീയ തലത്തിൽ, അന്താരാഷ്ട്ര തലത്തിലുള്ള വിഷയങ്ങളെടുത്ത് അവലോകനം ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്തരം രാഷ്ട്രീയത്തിൽ പാർട്ടിക്കതീതമായി സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകുന്നു. എനിക്കറിയാം, ക്യാമ്പസിൽ പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലുകളിൽ ഭക്ഷണത്തിൽ ചെല്ലുമ്പോൾ ഓരോ സമയത്തും മിക്കവാറും രാഷ്ട്രീയ പാർട്ടികളുടെ ഏതെങ്കിലും പാംപ്ലെറ്റുകൾ ഉണ്ടാകും. ഏത് വിഷയത്തിലും ഗോഡ്സെ അനുകൂലിച്ച പാംപ്ലെറ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ക്യാമ്പസിൽ, JNU ക്യാമ്പസിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് പാർലമെന്റ് അക്രമത്തെക്കുറിച്ച് വളരെ നിശിതമായി അതിന്റെ അന്വേഷണങ്ങളെക്കുറിച്ച് നിശിതമായ വിമർശനാത്മകമായ അന്വേഷണാത്മകമായ പാംപ്ലെറ്റുകൾ ഞാൻ നീട്ടി പറയുന്നില്ല. ഈ ഒരു ചിന്തക്ക് വേണ്ടിയുള്ള ഒരു AISFനോടും SFIയോടും ഏറ്റവും ശക്തമായ രീതിയിൽ ഏറ്റുമുട്ടുന്നതിനപ്പുറം അവഹേളിക്കലല്ല, മോശമായി ചിത്രീകരിക്കലല്ല, ചിന്തിക്കുക. ഐ തിങ്ക് ദാറ്റ് ഈസ് ഐ ആം എന്ന് പറഞ്ഞ ആ ഒരു ചിന്തക്ക് പരസ്പരം വാഗ്വാദം നടത്താൻ JNU പോലത്തെ ഒരു സ്ഥാപനം, കലാലയങ്ങൾ, കേരളത്തിലെ കലാലയങ്ങൾ നിർബന്ധമായും സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യണം. രാത്രികളിൽ ഭക്ഷണം കഴിഞ്ഞാൽ കേരളത്തിലെ ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയക്കാരനും, ചിലപ്പോൾ അരുൺ ജെയ്റ്റ്ലിയാകാം, ചിലപ്പോൾ കപിൽ സിബലാകാം, അല്ലെങ്കിൽ അത് സീതാറാം യെച്ചൂരിയാകാം, ഏത് രാഷ്ട്രീയത്തിന്റെ പ്രഗത്ഭനായ നേതാവാകാം, ഇതേപോലെ വന്നിരുന്ന് ചിലപ്പോൾ ഈ മേശ പോലും ഇല്ലാതെ ഇതേപോലെ ബെഞ്ചിൽ വന്നിരുന്ന് രാത്രി 2 മണിയും 3 മണിയും വരെ ഏത് വിഷയം ചർച്ച ചെയ്യാനും, അരുൺ ജെയ്റ്റ്ലിക്ക് പറയാനുള്ളത് അത് പറയാനും, കപിൽ സിബലിന് പറയാനുള്ളത് അവർക്ക് പറയാനും, ഏത് രാജ്യങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് എന്ത് വിഷയം ചോദിക്കാനും, അത് മണിക്കൂറുകളോളം, ചിലപ്പോൾ 4 മണി വരെ, ചിലപ്പോൾ 5 മണി വരെ നീളുന്ന ഒരു ഇന്റലക്ച്വൽ പ്രോസസ്, ഒരു തിങ്കിങ് പ്രോസസ്. അതിനെക്കുറിച്ച് ആലോചിക്കണം. ഒരു പുസ്തകം പോലും വായിക്കാൻ കഴിയാതെ കേരളത്തിലെ കലാലയങ്ങൾ പലപ്പോഴും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പോകുമ്പോൾ പലപ്പോഴും കലാലയങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവിടുത്തെ ലൈബ്രറികളിൽ പോകുമ്പോൾ പൊടി പിടിച്ച പുസ്തകങ്ങൾ മാത്രമാണ് കാണുന്നത്. പൊടി പിടിച്ച പുസ്തകങ്ങൾ മാത്രം. എല്ലാവരും വാട്സപ്പിലും ഫേസ്ബുക്കിലാണ്. ചിന്തകൾ
ജീവിപ്പിക്കുന്ന ചിന്തകൾക്ക് ചിറക് നൽകുന്ന പുസ്തകങ്ങൾ, ചിന്തകൾ നൽകുന്ന പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറിപ്പോയത് കൊണ്ടാണ് കേവലം അടിയുടെയും തിരിച്ചടിയുടെയും ഒരു രാഷ്ട്രീയത്തിലേക്ക് മാറിപ്പോകുന്നത്. അവിടെ നിന്ന് മാറി ചിന്തകളെ ജീവിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യ നേരിടുന്ന, കേരളം നേരിടുന്ന, വ്യത്യസ്ത സമൂഹങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കപ്പെടുകയും പൊതുവായ പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ, സാമുദായിക പ്രശ്നങ്ങൾ, രാജ്യത്തിന്റെ ടെക്നോളജിക്കൽ പ്രോബ്ലംസ്, രാജ്യത്തിന്റെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ, ഏതിനും പരിഹാരം കാണാവുന്ന ഒരു അവസ്ഥാന്തരീക്ഷം അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നിരുന്ന് ചർച്ചകൾക്ക് വിധേയമാകുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഉണ്ടാവുക. ആ ഒരു അന്തരീക്ഷത്തിന് മുടക്കം വരരുത് എന്നതിനു വേണ്ടിയാണ് ഇത്തരം ഒരു ചർച്ചകൾ സംഘടിപ്പിക്കപ്പെടുന്നത്. നിതാന്തമായി നിരന്തരമായി ചിന്തിക്കാൻ കഴിയുന്ന, മറ്റൊരുത്തനെ അടിച്ചമർത്താതെ ചിന്തിക്കാൻ കഴിയുന്ന, മറ്റൊരുത്തനെ വെട്ടിവീഴ്ത്താതെ ചിന്തിക്കാൻ കഴിയുന്ന, ഏതൊരു വിഷയത്തിലും തന്റെ അഭിപ്രായം രേഖപ്പെടുത്താൻ കഴിയുന്ന നല്ല ക്യാമ്പസുകൾ, നല്ല നാളേക്കുള്ള ഈടുവെപ്പുകളാണ്. അത് തുടരാനുള്ള സാഹചര്യം ഒരുങ്ങട്ടെ എന്ന ഒരു സന്ദേശമാണ് ഈ ഒരു സെമിനാർ, ഈ ഒരു സിംപോസിയം നൽകുന്നത്. അതിനെല്ലാവിധ ഭാവുകങ്ങളും നേർന്ന് സംഘാടകർക്ക് നന്ദി അർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്. നമ്മുടെ ഈ പരിപാടിക്ക് നന്ദി പറയാനായി ക്യാമ്പസ് വിംഗ് സ്റ്റേറ്റ് ട്രഷറർ മുഹമ്മദ് റിയാസ് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥികളെ, ക്യാമ്പസ് ചിന്തകൾക്ക് കൈവിലങ്ങോ എന്ന പ്രമേയത്തിൽ വളരെ മനോഹരമായ ഒരു ചർച്ച ഇവിടെ നടന്നുകയാണ്. കേരളത്തിലെ പ്രമുഖ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ അവരുടെ കാഴ്ചപ്പാടുകൾ വളരെ വ്യക്തമായി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ചർച്ചയിലൊക്കെ ഉയർന്നു കേട്ടത് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയും JNU ഒക്കെയാണ്. എന്നാൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ പ്രതിനിധീകരിക്കുന്ന കേരളത്തിലെ ക്യാമ്പസുകൾ ഇത്തരം ചർച്ചകൾക്ക് വേദിയൊരുക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ ആമുഖ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഷെബിൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഇലക്ഷനിൽ 1-2-3 ഇലക്ഷനുകളിൽ തുടർച്ചയായി ഒരു പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ എതിർ പാർട്ടിക്കാരെ അടിച്ചു വെക്കുന്ന സമീപനം അതിന്റെ കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ഒരേ ഭാഗത്താണ്. അതിന് SFI എന്നോ അല്ലെങ്കിൽ MSF എന്നോ KSU എന്നോ എന്നില്ല. ഏതൊരു ക്യാമ്പസിലും ആർക്കാണ് ഭൂരിപക്ഷമുള്ളത് അവർക്കെതിരെ ഒന്ന് സംസാരിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ചിന്തകൾക്കെതിരെ ഒരു മറുചിന്ത, അല്ലെങ്കിൽ അവരുടെ വാദങ്ങൾക്കെതിരെ ഒരു മറുവാദം ഉന്നയിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള മാന്യത പോലും ഇന്നത്തെ ക്യാമ്പസുകൾ, കേരളത്തിലെ ക്യാമ്പസുകൾ നൽകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ അരാഷ്ട്രീയവാദികൾ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. അതിനെക്കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്താൻ കേരളത്തിലെ ക്യാമ്പസുകളിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയിൽ ഖിറാഅത്ത് അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട ഹാഫിൽ അബൂബക്കർ മുസ്ലിയാർക്ക് SKSF ക്യാമ്പസ് വിംഗ് സംസ്ഥാന സമിതിയുടെ പേരിൽ 1000 നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ ചടങ്ങിന്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച ക്യാമ്പസ് വിംഗ് സംസ്ഥാന സമിതി ചെയർമാൻ അബ്ദുല്ലാഹി ലക്ഷദ്വീപിനും ഈ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച SKSF സംസ്ഥാന ഉപാധ്യക്ഷൻ ഓണംപള്ളി മുഹമ്മദ് ഫൈസി, അതുപോലെ ആമുഖ ഭാഷണം നടത്തിയ ക്യാമ്പസ് വിംഗ് മുൻ സ്റ്റേറ്റ് കൺവീനർ ഷെബിൻ മുഹമ്മദ്, വിവിധ പാർട്ടികളെ അഭിമുഖീകരിച്ചെത്തിയ ഡോക്ടർ KP സന്ദീപ്, പ്രൊഫസർ അനൂപ്, പ്രിന്റോ മാസ്റ്റർ, M വിജിൻ, സിദ്ദീഖ് പന്താവൂർ, യദു കൃഷ്ണൻ, ഉവൈസ് ഹുദബി, അതുപോലെ ഈ ചടങ്ങിന്റെ മോഡറേറ്ററായ ഡോക്ടർ സുബൈർ ഹുദബി എന്നിവർക്കെല്ലാം ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് 3 സ്വലാത്തോടുകൂടി അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ ചടങ്ങ് അവസാനിച്ചതായി അറിയിക്കുന്നു.